നമ്മൾ ഇൻകം ടാക്സിൻ്റെ ടാക്സ് ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കാരണം ഇത്തിരി ലെങ്തി ആയിരുന്നു ടാക്സ് ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോം 3CD എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് സമയമെടുത്തു. അപ്പോൾ അത് കാരണം തന്നെ ITR 3 അല്ലെങ്കിൽ ITR 4, ഇപ്പോൾ ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത റിട്ടേണുകളിൽ വരുന്ന നമ്മൾ സാധാരണ സിംപ്ലി നമ്മൾ ITR 3, 4 ഫോമുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചെറിയൊരു ഏരിയ ആണ്, എന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് Q&A ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഓരോരുത്തർക്കും പർട്ടിക്കുലർലി ചിലപ്പോൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ITR 3, 4 ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ജനറലി എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം വൈസ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രാക്ടീസിങ് ഫീൽഡിൽ നമ്മൾ ഓരോ ITR 3ഉം ITR 4ഉം ഓരോന്നും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ജനറലി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച് എന്നുള്ളൊരു ആംഗിളിലാണ് ഞാൻ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് Q&A വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്ലൈഡ് വിസിബിൾ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് സ്ലൈഡ് കാണാമല്ലോ അല്ലേ? ഇസ് ഇറ്റ് ഓക്കെ ആണല്ലോ അല്ലേ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ബിസിനസ്, അതായത് നമ്മൾ ITR 3, 4 എന്നുള്ളത് ഒരു ബിസിനസ് ഓണേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസ് പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. ദെൻ 3, 4 ഫയലിംഗ് ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജനറലി എന്താണ് 3, 4 അല്ലെങ്കിൽ ബിസിനസ് റിട്ടേണുകളുടെ ഒരു ഫ്രെയിം വർക്ക് എന്താണ്, പിന്നെ ITR 4 എന്ന് പറയുന്നത് സുഖം എന്നുള്ള, അതായത് നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, പ്രിസെൻറ്റീവ് ടാക്സേഷനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. then അതിന് ശേഷം ITR 3യുടെ ഫോർമാറ്റുകൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വർഷം ആണ് മുൻപത്തെ വർഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ July 31 തന്നെ എല്ലാത്തിൻ്റെയും, അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ റിട്ടേണുകളാണ്, ഓഡിറ്റ് ഇല്ലാത്ത എല്ലാ റിട്ടേണുകളാണെന്നുണ്ടെങ്കിലും July 31 ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ പ്രാക്ടീഷണേഴ്സും അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഇപ്പോൾ സെപ്റ്റംബർക്ക് വരെ ഒരുപാട് അമെൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായ കാരണം അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇപ്രാവശ്യം തൊട്ട് ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് കേട്ടോ. അതായത് July 31 എന്ന് പറയുന്നത് ITR 1ഉം 2ഉം ഇത് ചെയ്യാനുള്ള, ഇത് ITR 1ഉം 2ൻ്റെയും ഡേറ്റ് ആണ് July 31 എന്ന് പറയുന്നത്. അതിനുശേഷം ആഗസ്റ്റ് 31 എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് റിട്ടേണുകൾ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ആണ് August 31. അപ്പോൾ ഇങ്ങനെയാണ് അത് ചേഞ്ച് വന്നിരിക്കുന്നത്. അതൊരു പെർമനൻറ്റ് ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത വർഷം തൊട്ട് നമുക്ക് ഒരുപാട് അതായത് കുറച്ചും കൂടി നമ്മുടെ ഒരു പ്രാക്ടീസിനെ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്, അതായത് ജൂലൈ വരെ നമുക്കൊരു ഇൻഡിവിജ്വൽ ITRകൾ, അതുപോലെ തന്നെ ആഗസ്റ്റിൽ നമുക്ക് ഒരു ബിസിനസ് ITRകൾ, അപ്പോൾ അതിനുശേഷം ടാക്സ് ഓഡിറ്റിനൊക്കെയുള്ള വർക്കുകൾ. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ട്, അതായത് ആക്ട് തന്നെ, ഇപ്പോൾ നമ്മുടെ പഴയ ആക്ട് ആണെന്നുണ്ടെങ്കിൽ 139(1) തന്നെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ പുതിയ ആക്ടിൽ ഇൻകം ടാക്സ് ആക്ട് 2025 സിമിലർ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് August 31 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ദെൻ ഇനി ഞാൻ ജനറലി ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 2025 വന്നു. അപ്പോൾ ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 2025 ആണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 വെച്ചിട്ടാണോ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണത്, അങ്ങനെയൊക്കെയുള്ള ഇന്ന് തൊട്ടാണ് അത് അപ്ലിക്കബിൾ ആവുക. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ആക്ട് ഈ ടാക്സ് ഇയർ എന്നുള്ളൊരു വേർഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്ക് ജനറലി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് ആക്ട് 2025 ടാക്സ് ഇയർ എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഇയർ, അതായത് പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, അങ്ങനെയൊക്കെയുള്ള ജാർഗൻസ് ഒന്നും അവിടെ ഇല്ല. ടാക്സ് ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റാണുള്ളത്. അപ്പോൾ ഈ ടാക്സ് ഇയർ തൊട്ട്, അതായത് 1 April 2026 തൊട്ടാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റിട്ടേണുകൾ, അതായത് ഈ ഇയർ തൊട്ടുള്ള റിട്ടേണുകളാണ് ഇൻകം ടാക്സ് ആക്ട് 2025 വരുന്നത്.
അപ്പോൾ അത് അടുത്ത വർഷം തൊട്ട് 2027 റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ടച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊരു മാസീവ് ചേഞ്ച് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആക്ട്, സെക്ഷൻസ്, റൂൾസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ മാറിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ചിലപ്പോൾ ITR 1, 2, 3, 4 ഇങ്ങനെയുള്ള ഫോമുകളൊന്നും ആവില്ല. അതുപോലെ തന്നെ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ മാറി 26 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് നോട്ടിഫൈ, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അത് അടുത്ത വർഷമാണ് വേണ്ടി വരിക. എന്നിരുന്നാൽ പോലും എനിക്ക് നിങ്ങളോടുള്ളൊരു ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓഡിറ്റിൻ്റെയൊക്കെ സീസൺ ആണല്ലോ, എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ITR ഫയലിങ്ങിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇൻകം ടാക്സ് ആക്ട് 2025 ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തേക്ക് പഠിച്ചു വെച്ച ആളുകൾ കുറച്ചും കൂടി നന്നായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പ്രാക്ടീസിനെ ശരിക്കും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 വരുന്നുണ്ടെന്നല്ല, ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുക. നമ്മളൊരു തിരക്കൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്നൊരു കംഫർട്ടബിൾ ആകുമ്പോൾ അടുത്ത ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അതായത് നമ്മൾ ഒരുപാട് പിന്നിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നോക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ITR 3 അല്ലെങ്കിൽ ITR 4, നമ്മളിപ്പോൾ പഴയ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 വെച്ചിട്ട് നമ്മൾ ITR 3യും ITR 4ഉം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഏത് ചൂസ് ചെയ്യണം എന്ന് നോക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ബിസിനസ് റിട്ടേൺ ആണ്. അപ്പോൾ ITR 1ഉം 2ഉം ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. നമ്മളുടെ സാലറിഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വരുന്ന ആളുകളുടെ റിട്ടേൺ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ITR 4ന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ITR 4ന് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ITR 3യിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ITR 3യിലേക്ക് പോകുന്നോ എന്നതിന് മുമ്പ് നമ്മൾ 4ന് എലിജിബിലിറ്റി ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതൊരു വലിയൊരു ഡിസിഷൻ ട്രീ ആണ്. നമുക്ക് 3 വേണോ 4 വേണോ, അതായത് 4 എലിജിബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 3യിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഉണ്ട് എന്ന് കരുതും. ഇപ്പോൾ ഒരാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ITR 4 ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ 2ൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോറിൻ അസറ്റ്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ITR 4 ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കുറച്ചും കൂടി. കാരണം ഇതൊരു കീ ഡിസിഷൻ. നമ്മൾ അൺനെസസറിലി നമ്മളൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. ITR 4 ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ITR 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി സ്ക്രൂട്ടിനി വരാനുള്ള സാധ്യതകളും കുറവാണ്. നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്ന റിട്ടേണുകളിൽ സ്ക്രൂട്ടിനി വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ITR 3യിലേക്ക് പോയി നമ്മൾ 4ൽ ചെയ്യാവുന്ന ഒരു കാര്യം, 3യിലേക്ക് പോയി ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ഒരു സ്ക്രൂട്ടിനി വന്ന് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇഫ് 4 ഈസ് ഓക്കെ, ITR 4 പ്രിസംപ്റ്റീവ് ടാക്സേഷൻ നിങ്ങൾക്ക് എലിജിബിൾ ആണ്, എടുക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ITR 4. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു വലിയൊരു ഡിസിഷൻ ഫ്രെയിം വർക്കാണ് ITR 3, 4 എന്ന് പറയുന്നത്. പിന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ടാക്സ് റെജീമിൻ്റെ, അതായത് ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ടാക്സ് റെജീമാണ്. ഫിനാൻഷ്യൽ ഇയർ 23-24 തൊട്ട് ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ടാക്സ് റെജീമാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ആളുകൾ, അതായത് നിങ്ങൾ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുകയാണ്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ക്ലയൻസ് ഒക്കെ ചിലപ്പോൾ അയച്ചു തരും കുറേ ഇൻഷുറൻസിൻ്റെ പോളിസിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചൊക്കെ തന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം ഫിനാൻഷ്യൽ ഇയർ 2023-24 ഓൺവേഡ്സ് ന്യൂ ടാക്സ് റെജീം എന്ന് പറയുന്നത് ഡിഫോൾട്ട് ടാക്സ് റെജീമാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾക്ക്, എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഓൾഡ് ടാക്സ് റെജീമിനെ കുറിച്ച് ഒരു കമ്പാരിസനെ കുറിച്ച് നമുക്ക് പറയാം. എന്നിരുന്നാൽ പോലും ഓൾഡ് ടാക്സ് റെജീം ഡിഫോൾട്ട് അല്ല, നിങ്ങൾ സ്ട്രൈറ്റ് അവേ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് എൻ്റർ ചെയ്യുന്നത് ന്യൂ ടാക്സ് റെജീമിലാണ്. മാത്രമല്ല അതിൻ്റെ ഈ വർഷം, ഇപ്പോൾ ഈ ലാസ്റ്റ് ബഡ്ജറ്റിൽ 2025 ബഡ്ജറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റേറ്റ്സുകൾ പറഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അതായത് അത്ര വലിയ ഒരു റിലാക്സേഷൻ ഇൻ റേറ്റ്സ് ആൻഡ് സ്ലാബ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. അപ്പോൾ 4 ലക്ഷമാണ് ന്യൂ ടാക്സ് റെജീം പ്രകാരമുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഓൾഡ് ടാക്സ് റെജീം പ്രകാരം ഇപ്പോഴും 2.5 ലക്ഷം തന്നെയാണ്. അപ്പോൾ ന്യൂ ടാക്സ് റെജീമിൽ 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. അതേപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഈസിയാണ്.
അതായത് 4 4 4 എന്നുള്ളൊരു ബ്രാക്കറ്റുകളിലാണ് പോകുന്നത്. അതിൻ്റെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത് 5 5 5 എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അതായത് 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ 5%, അടുത്ത 4 അതായത് 8 തൊട്ട് 12 വരെ 10%, 12 തൊട്ട് 16 വരെ 15, അങ്ങനെയാണ് പോകുന്നത്. 16 20, അപ്പോൾ 24 ലക്ഷം കഴിഞ്ഞിട്ടാണ് 30% എന്നുള്ള സ്ലാബിലേക്ക് പോകുന്നത്. മറ്റോടത്ത് നമ്മൾ ഓൾഡ് ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഫസ്റ്റ് അതായത് 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, 5 തൊട്ട് 10 വരെ 20%, അങ്ങനെയാണ് സ്ലാബ്. പിന്നെ 10 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 30%. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് സ്ലാബിൽ വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ആരും എനിക്ക് തോന്നുന്നു 90, ഇപ്പം നമ്മൾ ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ ഫയൽ ചെയ്തതിൽ, ഓഫീസിൽ ഇതുവരെ ഫയൽ ചെയ്തതിൽ ആകെ ഒരു റിട്ടേൺ, ഒരു റിട്ടേൺ ആണ് ഞങ്ങൾ ഓൾഡ് ടാക്സ് റെജീമിൽ ഫയൽ ചെയ്തത്. അതായത് ബെനിഫീഷ്യൽ എന്നുള്ളൊരു ആംഗിളിൽ കേട്ടോ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് അത്രയധികം ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരൊറ്റ റിട്ടേൺ മാത്രമാണ് ഓൾഡ് ടാക്സ് റെജീമിൽ ബെനിഫീഷ്യൽ സൈഡിലേക്ക് പോയത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം ന്യൂ ടാക്സ് റെജീമാണ് നമ്മൾ ഒപ്റ്റ് ചെയ്തേക്കുന്നത്. നിയർലി എനിക്ക് തോന്നുന്നു ഒരു നമ്മളൊരു പേഴ്സൻറ്റേജ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.01 എന്നൊക്കെ പറയേണ്ടി വരും. ഏകദേശം ഒരു 1200 റിട്ടേണുകളിലൊക്കെ ചെയ്തപ്പോൾ ആകെ ഒരു ഒറ്റ റിട്ടേണൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വന്നത്. മീൻസ് നമുക്ക് ഓൾഡ് ടാക്സ് റെജീമിലേക്കൊക്കെ ഒപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ന്യൂ ടാക്സ് റെജീമാണ് നമുക്ക് കണ്ണടച്ച് അല്ലെങ്കിൽ സ്ട്രൈറ്റ് അവേ നമ്മൾ ന്യൂ ടാക്സ് റെജീമിലേക്കാണ് പോകുന്നത്. ദെൻ അതേപോലെ തന്നെ 87A റിബേറ്റ് നമുക്ക് എലിജിബിൾ ആവുന്നത്, അതായത് നമ്മൾ ന്യൂ ടാക്സ് റെജീമിൽ 87A റിബേറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അതായത് 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ 12,75,000 രൂപ വരെ, 12 സാലറിഡ് ആണെന്നുണ്ടെങ്കിൽ 12.75 ലാക്സ് വരെ നമുക്ക് എക്സംഷൻ ഉണ്ട് ഫോർ ദ സ്ലാബ് റേറ്റ് ഓഫ് ഇൻകം. സ്ലാബ് റേറ്റിലുള്ള വരുമാനങ്ങളാണെന്നുണ്ടെങ്കിലാണ് ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ. സ്പെഷ്യൽ റേറ്റുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനോ അതുപോലെ തന്നെ ലോട്ടറി അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ റേറ്റുകളാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ സ്ലാബ് റേറ്റിലുള്ള വരുമാനത്തിന് ന്യൂ ടാക്സ് റെജീം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ, അതായത് നമുക്ക് വലിയ ഒരു റിഡക്ഷൻ 60,000 റുപ്പീസ് വരെയൊക്കെ ഉള്ളൊരു റിഡക്ഷൻ 87A റിബേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് 87A റിബേറ്റിൽ നമ്മൾ ന്യൂ ടാക്സ് റെജീമിൽ വരുന്നത്. ദെൻ ജസ്റ്റ് ഞാനൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾഡും ന്യൂ തമ്മിലുള്ളൊരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂ ടാക്സ് റെജീമിൽ പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ്സുകളും ഡിഡക്ഷൻസുകളും നമുക്കില്ല. ബെനിഫിറ്റ്സ് എന്നല്ല, ഡിഡക്ഷൻസുകളും നമുക്കില്ല. ഇപ്പോൾ നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോൾ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്, ഇപ്പോൾ 80C 80D HRA അല്ലെന്നുണ്ടെങ്കിൽ അതായത് 13A സെക്ഷൻ 13 പ്രകാരമുള്ള എക്സംഷൻസ്, സെക്ഷൻ 10 പ്രകാരമുള്ള എക്സംഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ എക്സംഷൻസുകൾ എന്തില്ല, നമ്മുടെ ന്യൂ ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നർത്ഥം. മാത്രമല്ല ഡിഫോൾട്ട് റെജീമാണ് ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് റെജീമാണ്. ആകെ ന്യൂ ടാക്സ് റെജീമിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു NPS. NPSലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ്, ആ ഒരു ഡിഡക്ഷൻ മാത്രമാണ് നമുക്ക് സാധാരണ കേസിൽ നമുക്കൊരു കിട്ടുന്ന ഒരു ഡിഡക്ഷൻ, അത് മാത്രമാണ്. അത് ഓൾഡ് ടാക്സ് റെജീമിനും ന്യൂ ടാക്സ് റെജീമിനും കിട്ടും. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 14% ഓഫ് സാലറിയുടെ 14% വരെ നമുക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പോകാനായിട്ട് പറ്റും. ന്യൂ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓൾഡ് ടാക്സ് റെജീം ആണെങ്കിൽ 10% ആണ് അതിൻ്റെ ക്യാപ്പ് വരുന്നത്, അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ. ന്യൂ ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയീസ് അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, മീൻസ് 14%. അപ്പോൾ ഇതാണ് ആകെ ഒരു ഡിഡക്ഷൻ നമുക്കവിടെ ന്യൂ ടാക്സ് റെജീമിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നോർമലി എക്സംഷൻ സൈഡിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എടുക്കാൻ, ഇപ്പോൾ ഗ്രാറ്റുവിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം അത് സെക്ഷൻ 10 വരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിനങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ടാക്സ് റെജീമിൽ ഉണ്ടായിരുന്ന സെയിം ബെനിഫിറ്റ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ന്യൂ ടാക്സ് റെജീമിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ന്യൂ ടാക്സ് റെജീം. ഓൾഡ് ടാക്സ് റെജീമിൻ്റെ കേസിൽ നമ്മളുടെ പഴയ ആ ഒരു ഇത് തന്നെയാണ് പോകുന്നത്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ആരും ഓൾഡ് ടാക്സ് റെജീം ഇപ്പോൾ ഒപ്റ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ന്യൂ ടാക്സ് റെജീമും ഓൾഡ് ടാക്സ് റെജീമും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ITR 1 അല്ലെങ്കിൽ ITR 2, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജൂലൈ 31 വരെ ഫയൽ ചെയ്ത റിട്ടേണുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എപ്പോഴും ബൈ ഡിഫോൾട്ട് ന്യൂ ടാക്സ് റെജീം തന്നെയാണ് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻകം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുകയാണെങ്കിൽ ITR 1 ITR 2 ഇത് ഫയൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വർഷം ITR 1 ഫയൽ ചെയ്തു, അടുത്ത വർഷം 2, അപ്പോൾ 1 or 2 അവർക്ക് എപ്പോൾ വേണമെങ്കിലും 1 or 2 ആണ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം, പ്രൊവൈഡഡ് ദേ ഡു നോട്ട് ഹാവ്
ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ITR 1 or 2 ആണല്ലോ നമ്മൾ ഫയൽ ചെയ്യുക. ഇനി സിൻസ് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫയൽ ചെയ്യാൻ പോകുന്ന റിട്ടേണുകളൊക്കെ ബിസിനസ് ഇൻകത്തിൻ്റെ റിട്ടേണുകളാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓൾഡ് ടാക്സ് റിജീമാണ് ബെനിഫിഷ്യൽ എന്ന് വിചാരിക്കും. ഓൾഡ് ടാക്സ് റിജീമാണ് ബെനിഫിഷ്യൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ ഫോം നമ്പർ 10IEA, അതായത് 10IEA നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്നിട്ട് അത് ഒപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്നോളജ്മെൻറ്റ് നമ്പർ, അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സാധാരണ കേസിൽ ഇത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10IE നമുക്ക് ഒപ്റ്റ് ഇൻ ചെയ്യാനും, അതായത് പോൾ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒപ്റ്റ് ഔട്ട് ചെയ്യാനും, പോൾ ടാക്സ് റെജീമിൽ നിന്ന് പുറത്തേക്ക് കടന്ന് ന്യൂ ടാക്സ് റെജീമിലേക്ക് പോകാനായിട്ടും ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ 10IE തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരും ന്യൂ ടാക്സ് റെജീമിൽ നിന്ന് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന്. ഓൾഡ് ടാക്സ് റെജീമിലേക്ക് വളരെ വെരി വെരി റയർ ആയിട്ട് പോകാനായിട്ട് സാധ്യതയുള്ളൂ. പക്ഷെ നേരെ റിവേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 7 lakhs വരെയാണ് 87 റിബേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില ബിസിനസ്സുകാരുടെ റിട്ടേണുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം വെച്ചിട്ട് 10IE വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് പക്ഷേ ഈ വർഷം ചിലപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ വർഷം ന്യൂ ടാക്സ് റെജീം ആയിരിക്കും ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം ഓൾഡ് ടാക്സ് ആണ്, ഈ വർഷം ന്യൂ ആണ് എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും അതൊരു ചേഞ്ച് ഓവർ വരാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ 10IE ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഒരിക്കലും ആൾക്ക് തിരിച്ച് നമുക്ക് ഓൾഡ് ടാക്സ് റെജീമിലേക്ക് ആളുടെ ലൈഫ് ടൈമിൽ പോകാൻ പറ്റില്ല. പ്രൊവൈഡഡ് ഹീ ഈസ് ഹാവിങ് ബിസിനസ് ഇൻകം, ബിസിനസ് റിട്ടേൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആൾക്ക് ഒരിക്കലും തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. നേരെ കുറച്ച് ITR 1 or 2 ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഓൾഡ് ടാക്സ് റെജീമിലേക്ക് ഒപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ ഈ 10IE ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓൾഡ് ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്ത ആളുകളുടെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ വർഷം ഡെഫിനറ്റ്ലി ഈ വർഷം മിക്കവാറും ന്യൂ ടാക്സ് റെജീം ആയിരിക്കും അവർക്ക് ബെനിഫിഷ്യൽ ആവുക. അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് ഓൾഡ് ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്തു എന്നുകൊണ്ട് വീണ്ടും അത് ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ 10IE എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ന്യൂ ടാക്സ് റെജീം, അതായത് ഡിഫോൾട്ട് ടാക്സ് റെജീമായിട്ടുള്ള ന്യൂ ടാക്സ് റെജീമിലേക്ക് വരാം. പക്ഷേ 10IE ഫയൽ ചെയ്യണം. 10IE ഫയൽ ചെയ്തിട്ട് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഫയൽ ചെയ്തിട്ട് നമ്മൾ ആ നമ്പർ കൊടുത്താൽ മാത്രമേ റിട്ടേൺ അപ്ലോഡ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾഡ് ന്യൂ ആ ഒരു സ്വിച്ചിങ് ഉണ്ടല്ലോ, സ്വിച്ചിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നേരെ റിവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ മുൻപ് 1-2 വർഷമൊക്കെ പഴയത് ആണ് സ്ഥിരമായിട്ട് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ 10IEയുടെ ഓപ്റ്റിംഗ് ഫോർ ഓൾ ടാക്സ് റെജീം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഓൾ ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ 10IE ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട്, ഇപ്പോൾ നോൺ ഓഡിറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ August 31 മുമ്പ്, ഓഡിറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ October 31 മുമ്പ് ഇപ്പോൾ അതിൻ്റെ എക്നോളജ്മെൻറ്റ് നമ്പർ കൊടുക്കണം. സാലറിയുടെ അങ്ങനെയുള്ള ആളുകളെ പോലെയുള്ള, അതായത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നമ്പർ കൊടുത്താലേ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 10IE ഫോമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമ്മളൊരു ഫയലിങ്ങിൻ്റെ ഒരു 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 ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫയലിങ്ങിൻ്റെ ഡേറ്റുകൾ വരുന്നത് നമുക്ക് August 31 നോൺ ഓഡിറ്റ് കേസുകളുടെ വരുന്നതാണ്. ITR 3 or 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും. ഇനി ടാക്സ് ഓഡിറ്റ് എന്നുള്ള ഒരു ആംഗിളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ September 30 ആണ് വരുന്നത്. 3CA 3CB അല്ലെങ്കിൽ 3CD ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ October 31 ആണ്. ദെൻ നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ November 30 ആണ്. ദെൻ ഈ 2 ഡേറ്റുകൾ, അത് കഴിഞ്ഞിട്ടുള്ള 2 ഡേറ്റുകൾ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഒരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ വിട്ടുപോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്കൊരു ലേറ്റ് ഫീ ഒക്കെ അടച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അതിൻ്റെ ഡേറ്റ് December 31 വരെ, 2026 December 31 വരെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കൊരു TDS ഉണ്ടായിരുന്നു, റീഫണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ് ടു റീഫണ്ട് റിട്ടേൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 31 December 2026 വരെ നമുക്ക് സമയമുണ്ട്. ഒരു ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. 5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ, 5 ലക്ഷത്തിൽ മേലെയാണെന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് ലേറ്റ് ഫീ വരാനായിട്ട് സാധ്യതയുണ്ട്. ഈവൻ ദോ നമുക്കൊരു റീഫണ്ടിന് അവിടെ എലിജിബിലിറ്റി ഉണ്ട്, കാരണം ബിലേറ്റഡ് ആയിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ദെൻ ഇത് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നേക്കുന്ന അമെൻമെൻ്റ് ആണ്. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആയ കാരണം ഇൻകം ടാക്സ് ആക്ട് 1961 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് മുമ്പത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈമും ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം എല്ലാതും എന്തായിരുന്നു? December 31 ആയിരുന്നു. പക്ഷേ
ഈ വർഷം അതായത് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 31 മാർച്ച് 2027 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പൈസ കിട്ടുന്ന പരിപാടീനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഒരു ഫീ കൊടുത്തുകൊണ്ട്, അതായത് നമ്മളൊരു റിട്ടേൺ ഫയൽ ചെയ്തു, നമുക്കത് റിവൈസ് ചെയ്യണം. നോർമൽ കേസിൽ December 31 വരെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് അപ് ടു, അതായത് ഒരു 3 മാസം കൂടി, ഒരു 90 ഡേയ്സ് ടൈമും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നു എന്നർത്ഥം. അത് ശരിക്കും ഒരു നല്ലൊരു സൗകര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫിക്കേഷൻ സമയം നമുക്ക് കുറേ ഉണ്ട്. ചിലപ്പോൾ 2 ഇയർ ഫ്രം ദ എൻഡ് ഓഫ് ദ അസസ്മെൻറ്റ് ഇയർ, അതായത് റെക്ടിഫിക്കേഷൻ ടൈം ലിമിറ്റൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ റെക്ടിഫിക്കേഷനിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്രയധികം റിജിഡിറ്റി ഉണ്ട്. നമുക്ക് ഇൻകം മാറ്റാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ റിവൈസ് റിട്ടേൺ അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയൊരു റിട്ടേൺ ഒക്കെ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങാനും നമുക്കൊരു മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിവൈസ് റിട്ടേൺ നമുക്ക് 31 മാർച്ച് 2027 വരെ ഒരു ലേറ്റ് ഫീ അടച്ചുകൊണ്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഒരു കലണ്ടർ ഡ്യൂ ഡേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ദെൻ ITR 4, നമുക്ക് ITR 4 ആർക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അവേ നമ്മളിനി ITR 4 ആർക്കൊക്കെയാണ് എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ITR 3യിലേക്ക് പോവാം. അപ്പോൾ ITR 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം എന്നുള്ള ഫോമാണ്. വളരെ ഈസിയാണ്, വളരെ സുഖമാണ് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഫോമാണ്, കാരണം പെട്ടെന്ന് സംഭവം കഴിയും. അപ്പോൾ ഇത് നമുക്ക് പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ബിസിനസ് റിട്ടേൺ ആണല്ലോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെദർ വി ക്യാൻ ഫയൽ ITR 4 എന്നുള്ളതാണ്. ITR 4 ഫയൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തലവേദന പിന്നെ പകുതിയോടെ കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ആർക്കൊക്കെയാണ് ഫയൽ ചെയ്യാൻ പറ്റുക, എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എലിജിബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൺലി ഫോർ റെസിഡൻസ്. റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ITR 4 നമുക്ക്, ഞാനീ പറയുന്ന 44AD അല്ലെങ്കിൽ ITR 4 ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് ആയിട്ട്, ഇപ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വലോ HOF നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത കാരണം പിന്നെ പ്രശ്നമില്ല. അപ്പോൾ റെസിഡൻസിനെ പറ്റുള്ളൂ. പിന്നെന്താണ്, റെസിഡൻസ് ഫേംസിനും പറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽസിനും അതേപോലെ തന്നെ റെസിഡൻറ്റ് ഫേംസിനും പറ്റും, പാർട്ട്ണർഷിപ്പ് ഫേംസിനും പറ്റും എന്നർത്ഥം. ദെൻ LLPക്ക് പറ്റില്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള ബാക്കി കാര്യങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ആകെ നമ്മൾ കേരളത്തിൻ്റെ ഒരു ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനും ഫേംസിനുമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നർത്ഥം. അത് റെസിഡൻ്റ് ആയിരിക്കണം എന്നുണ്ട്. വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവേഴ്സ് ഇൻകം, അതായത് സെക്ഷൻ 44AD, സെക്ഷൻ 44AD, അതേപോലെ തന്നെ ADA, അതായത് ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എലിജിബിൾ ബിസിനസ് അല്ലെങ്കിൽ എലിജിബിൾ അസസി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എലിജിബിൾ ബിസിനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 44ADA എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പ്രൊഫഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ 44AE ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ജനറലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് ആളുകൾക്കാണ് 44AD, അതായത് ITR 4 എന്നുള്ളത്. 44AD, 44ADA, 44AE. ITR 4 എന്നുള്ള സുഖം എന്നുള്ള ഒരു റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ വർഷം വന്നേക്കുന്ന ഒരു ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് മുൻപൊക്കെ ഒരു ഹൗസ് പ്രോപ്പർട്ടി വരെയാണ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ITR 1ലും ITR 4ലും. അപ്പോൾ ഇപ്രാവശ്യം വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 2 ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം, അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു തന്നെയാണ്, നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 112A പ്രകാരം, അതായത് 1.25 ലക്ഷം രൂപ വരെയുള്ള എക്സംഷനുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ITR 1ലും ITR 4ലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതിന് ഓൾറെഡി എക്സംഷൻ ഉള്ള കാരണം അത് ടാക്സബിൾ അല്ല. അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിംപ്ലസ്റ്റ് ഫോമാണ്, വളരെ സിമ്പിളാണ് ഫയൽ ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക, പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക, ദെൻ സംഭവം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമുക്ക് എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. ജനറലി ഒരു ഫ്രെയിം വർക്ക് ഇതാണ് വരുന്നത്. റെസിഡൻ്റ് ആണ് 44AD, ADA, അതേപോലെ തന്നെ AE, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് വരുന്നത്. ദെൻ ഇനി നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു ഗ്രോസ് റെസീപ്റ്റ്സിൻ്റെ ഒരു കണ്ടീഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 44AD എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ക്ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 2 crores വരെയുള്ള ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിത്തൗട്ട് കണ്ടീഷൻസ് അപ് ടു 2 crores വരെ ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്ട്രെയിറ്റ് അവേ എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ 2 ക്രോർസിൻ്റെ കണ്ടീഷനിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് റെസീറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 8% ഓഫ് ടേൺ ഓവറാണ്. അതല്ല നിങ്ങളുടെ ഡിജിറ്റൽ റെസീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 6% ഓഫ് ടേൺ ഓവർ. അപ്പോൾ ഇങ്ങനെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ സേ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 2 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്, ഒക്കെ ബാങ്കിൽ കൂടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കാം? 2 കോടി ഇട്ടിട്ട് 6% കാണിച്ചാൽ 12 ലക്ഷം രൂപ. 12 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ 2 കോടി വരെ നമുക്ക് 1 രൂപ പോലും ടാക്സ് അടയ്ക്കാതെയൊക്കെ ചിലപ്പോൾ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം, ടേൺ ഓവറുള്ള കേസുകളിലൊക്കെ. അപ്പോൾ ഇനി അവിടെയും കൊണ്ടും തീർന്നിട്ടില്ല. ഇനി ഈ 2 ക്രോർസ് എന്നുള്ളത് 3 ക്രോർസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വോളിയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരാളുടെ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ ക്യാഷ് റെസീപ്റ്റ്സ് ഉണ്ടല്ലോ, ലെസ് ദാൻ 5% ആയിരിക്കണം ടോട്ടൽ റെസീപ്റ്റ്സിൻ്റെ. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 3 കോടിയുടെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഒരാളുടെ ടേൺ ഓവർ 3 കോടിയാണ്. അപ്പോൾ അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ. അപ്പോൾ 15 ലക്ഷം രൂപയെക്കാട്ടും കുറവായിരിക്കണം അദ്ദേഹത്തിൻ്റെ ക്യാഷ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടി 85 ലക്ഷമോ അതിൽ കൂടുതലോ ബാങ്കിൽ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ ബാങ്കിൽ കൂടെയാണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്ക് വീണ്ടും 44AD എന്നുള്ള പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സേപ്പ് 3 ക്രോർസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം, അതായത് നമ്മൾ 6% നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം. അപ്പോൾ 18 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ടാക്സ് വരും. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അങ്ങനെയൊക്കെയുള്ള തലവേദനകളിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓഡിറ്റ് എന്നൊക്കെ ഉള്ളൊരു ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ചില ബിസിനസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഡഡ് ടേൺ ഓവർ എന്നുള്ളൊരു ആംഗിളിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് 44AD ബിസിനസ് ലിമിറ്റ്. 2 തരത്തിലാണ്, 2 ക്രോർസ് ദെൻ 3 ക്രോർസ്. ഇങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ലിമിറ്റുകൾ വരുന്നത്. അതേപോലെ തന്നെ ഇനി അടുത്തത് വരുന്നത് 44ADA എന്നുള്ള, അതായത് പ്രൊഫഷണൽസ് ആണ് എന്ന് വെച്ചാൽ അവിടെ പ്രൊഫഷണൽസിനെ പറ്റി പറയണത് ഏതൊക്കെയാണ് പ്രൊഫഷണൽസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അവിടെയാണെന്നുണ്ടെങ്കിൽ 50 ലാക്സ് വരെയാണ് ലിമിറ്റ് വരുന്നത്. 50 ലക്ഷം രൂപ വരെയാണ് ലിമിറ്റ് വരുന്നത്. അവിടെ 75 ലാക്സ്, അതായത് ഇനി എക്സ്റ്റെൻഡഡ് ലിമിറ്റ് വരുന്നത് 75 ലാക്സ് ആണ്. നേരത്തെ സെയിം ഇത് തന്നെ 95% ഒരു ഡിജിറ്റൽ ഇതിൽ കൂടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ 75 ലാക്സ് ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഇൻകം കൺസിഡർ ചെയ്യുന്നത്, പ്രിസ്യൂംഡ് ഇൻകം റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. നിങ്ങൾക്ക് 50 ലക്ഷം രൂപ വരുമാനമുണ്ട്, സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് 50%, അതായത് 25 ലാക്സ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 75 ലാക്സ് വരെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ബിസിനസ്സാണ് പറഞ്ഞത്, സെക്കൻഡ് വൺ നമ്മൾ പ്രൊഫഷനാണ് പറഞ്ഞത്, തേർഡ് വൺ 44AE ഗുഡ്സ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഉള്ള ആളുകൾക്ക്, വെഹിക്കിൾസ് ഒക്കെ ഉള്ള ഗുഡ്സ് കാരേജ് വെഹിക്കിൾസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ 5ഉം 6ഉം അല്ലെങ്കിൽ കുറേ ലോറിയോ അങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ട്രക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാം. 44AE എന്നുള്ള പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാം. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അവിടെ നമുക്ക് ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെർ ഓണർഷിപ്പ്, അതായത് പെർ വെഹിക്കിൾ പെർ ഓണർഷിപ്പ് എന്നുള്ളൊരു കമ്പ്യൂട്ടേഷനാണ് നമ്മൾ എടുക്കാം. അതായത് അവിടെ ടേൺ ഓവറിനൊന്നും പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല. അവിടെ ടേൺ ഓവറിന് പ്രസക്തി ഇല്ല. ഒരു വണ്ടി ഇത്ര രൂപ ഇങ്ങനെ വെച്ചിട്ടാണ്, എത്ര നാൾ നിങ്ങൾ ഓൺ ചെയ്തു എന്നുള്ളതാണ്. നമുക്കത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് 44AEയുടെ ഒരു പ്രത്യേകത, ഇങ്ങനെയാണ് വരുന്നത്. 44AEയിൽ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 44AD ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 44AD ഒപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം 44AD ഒപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദെൻ വി ആർ കംഫർട്ടബിൾ. അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ടേൺ ഓവറിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു എലിജിബിൾ അസസി അല്ലെങ്കിൽ എലിജിബിൾ ബിസിനസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ചില ആളുകൾക്ക് ഇത് പറ്റില്ല, ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേ നോൺ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല? നോൺ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം, HUF അല്ലെങ്കിൽ ഫേംസ് ആയിരിക്കണം, LLPക്ക് പറ്റില്ല. അപ്പോൾ നോൺ റെസിഡൻസ് എലിജിബിൾ, ഇൻഎലിജിബിൾ ആണ് എന്നർത്ഥം. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സൺസ് ഏണിംഗ് ഇൻകം ഇൻ ദ നേച്ചർ ഓഫ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. കമ്മീഷനോ ബ്രോക്കറേജോ കിട്ടുന്ന ആളുകൾ, അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 194Dയിലോ 194Hയിലോ 194Gയിലോ ഒക്കെ കമ്മീഷനൊക്കെ കിട്ടുന്ന ആളുകൾ, TDS ഒക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല.
അപ്പോൾ ചിലപ്പോൾ ചെറിയ എമൗണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആകെ 1000 രൂപ 2000 രൂപയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, 44 AD ITR 4 ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ITR 4 റൂട്ട് പറ്റില്ല എന്നർത്ഥം. ദെൻ അതേപോലെ തന്നെ അപ്പോൾ ഏജൻസി ബിസിനസ്, ഇൻഷുറൻസ് ഏജൻസ്, അപ്പോൾ നമ്മൾ സെക്ഷൻ നോക്കേണ്ടത് 194D, 194G അല്ലെങ്കിൽ 194Hലൊക്കെ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 44AD പറ്റില്ല എന്നർത്ഥം. അവിടെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ITR 3 തന്നെ ഇൻകം വിത്തൗട്ട്, അതായത് ഏജൻസി ബിസിനസ് വിത്തൗട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഓർ ഏജൻസി ബിസിനസ് വിത്തൗട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ITR 3 ഒരു ചെറിയൊരു ടാബ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എടുത്തു കൊടുത്താൽ മതി. ഇപ്പോൾ സേ 1000 റുപ്പീസോ അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻകം ഇത്രയാണ്, എക്സ്പെൻസ് ഇത്രയാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമുക്ക് കമ്മീഷനോ ബ്രോക്കറേജോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ യു ആർ നോട്ട് എലിജിബിൾ ഫോർ 44AD ആൻഡ് ITR 4. അതേപോലെ തന്നെ പേഴ്സൺസ് ക്യാരിയിങ് ഇനി ഏജൻസി ബിസിനസ്. അപ്പോൾ ഒരാൾ ഒരു ഏജൻസി ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ITR 4 ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇനി അടുത്തൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ADനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് കാരണം തന്നെ പേഴ്സൺസ് ക്യാരിയിങ് ഓൺ എ സ്പെസിഫൈഡ് പ്രൊഫഷൻ, അതായത് 44AA പ്രകാരം സ്പെസിഫൈഡ് പ്രൊഫഷണൽസിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൊഫഷനെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് എന്താണുള്ളത്, അവർക്ക് 44ADA എന്നുള്ളൊരു സ്പെസിഫൈഡ്, അതായത് അവർക്ക് ആ റൂട്ടാണ് വേണ്ടത്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അവർക്ക് AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ പകരം അവർക്ക് ADA ഒപ്റ്റ് ചെയ്യാം. AD അല്ല അവർ ചെയ്യേണ്ടത്, AD ആണ്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ സെക്ഷനുകളിലൊക്കെ TDS പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് വീണ്ടും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബിസിനസ് 44AA പ്രകാരം സ്പെസിഫൈഡ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രൊഫഷനുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ADA ആണ് ഒപ്റ്റ് ചെയ്യേണ്ടത്. ബിസിനസ് ഓഫ് ഫ്ലൈയിങ് അല്ലെങ്കിൽ ഹയറിംഗ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 44AE ഒപ്റ്റ് ചെയ്യേണ്ട അങ്ങനത്തെ എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, 44AD പോയിട്ട് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല, AE തന്നെ ഒപ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ടേൺ ഓവർ എക്സീഡിങ് 2 crores, 2 കോടിയോ അല്ലെങ്കിൽ 3 കോടിയെക്കാട്ടും കൂടുതൽ പേയ്മെൻറ്റുകൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ITR 4 എന്നുള്ള ഫോം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ദെൻ ADA നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ ITR 4 ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് സെക്ഷൻ 44ADA പ്രകാരം ഹൂ ഈസ് എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ് അവിടെ എലിജിബിൾ ആയിട്ടുള്ള അസസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫൈഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് 44AA പ്രകാരം ആരാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറിലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അപ്പോൾ അവരാണ് എന്ത് ചെയ്യേണ്ടത്, അവരാണ് 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. അതായത് ഈ പ്രൊഫഷൻസ്, പ്രൊഫഷൻ ഓഫ് ലീഗൽ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സ്, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ദെൻ ആർക്കിടെക്ട്സ്, അതേപോലെ തന്നെ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ദെൻ ടെക്നിക്കൽ കൺസൾട്ടൻസി, അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, കമ്പനി സെക്രട്ടറി, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അവർ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ BTech അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഇതായിട്ട്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഫിലിം അല്ലെങ്കിൽ മീഡിയ പ്രൊഫഷണൽസ്, ഈ ഫിലിം ആർട്ടിസ്റ്റുകൾ അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിലിം സ്റ്റാർസ്, അതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഡയറക്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ക്യാമറാമാൻ, ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അപ്പോൾ അവരൊക്കെ ഫിലിം ആർട്ടിസ്റ്റുകളൊക്കെ 44ADAയുടെ അണ്ടറിൽ വരുന്ന ആളുകളാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഈ സെക്ഷനിൽ TDS പിടിക്കുന്നത്, അതായത് പ്രൊഫഷണൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് TDS പിടിക്കുന്നത് 194J എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ കുറേ കാര്യങ്ങൾക്കും, കാരണം 194J എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് പേയ്മെൻറ്റ് ടു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്നല്ല അവിടെ 194Jയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുതിയ ഇൻകം ടാക്സ് ആക്ടിലായാലും പേയ്മെൻറ്റ് ടു സ്പെസിഫൈഡ് പ്രൊഫഷണൽ അല്ല, പേയ്മെൻറ്റ് ടു പ്രൊഫഷണൽ ഫീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ പലപ്പോഴും നമുക്ക് ഇതിലില്ലാത്ത ആളുകൾക്കും എന്ത് വരും, 194Jയിൽ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് 194Jയിൽ TDS പിടിച്ചാൽ അത് സ്ട്രെയിറ്റ് അവേ 44AD ആണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഈ സ്പെസിഫൈഡ് പ്രൊഫഷണൽസിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി 44AD ഓപ്റ്റ് ചെയ്യണം. അതായത് 50% ആണ് ഓഫർ ചെയ്യേണ്ടത്. ഇനി അതല്ലാത്ത കേസുകളും വരാനായിട്ട് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ടീച്ചേഴ്സ് അതായത് ഒരു കൺസൾട്ടൻസ് പോലെ അവർ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഫ്രീലാൻസ് ആയിട്ട് ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ,
ഇപ്പോൾ CA-ക്കൊക്കെ ഒരുപാട് ക്ലാസ് ഒക്കെ എടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നമ്മുടെ ബ്രില്യൻസ് കോളേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇപ്പോൾ നെറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളില്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്തിലാണ് പിടിക്കുന്നത്? 194 ജയിലായിരിക്കും TDS പിടിക്കുന്നത്. അപ്പോൾ അന്ന് വിചാരിച്ചിട്ട് അവരെ 44 AD ഒപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് 44 AD അല്ല, അവിടെ ആക്ച്വലി ദേ ആർ എലിജിബിൾ ഫോർ 44 AD. 44 AD അവിടെ എലിജിബിൾ ആണ്. പക്ഷേ ഇത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം ഞാൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 44 AD ആയാലും ADA ആയാലും അല്ലെങ്കിൽ AE ആയാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറേ പേഴ്സൻറ്റേജുകളൊക്കെ കാണും. 6%, 8%, 50%, അല്ലെങ്കിൽ 7,500 രൂപ, അല്ലെങ്കിൽ 12,500 രൂപ എന്നൊക്കെ നമ്മൾ കാണും. അതിൻ്റെ അർത്ഥം ദേ ഹാവ് ടു ഡിക്ലെയർ മിനിമം എന്നാണ്. അല്ലാതെ അതേ ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. ദേ ഹാവ് ടു ഡിക്ലെയർ ദാറ്റ് മിനിമം പേഴ്സൻറ്റേജ്. ആ മിനിമം പേഴ്സൻറ്റേജ് ഡിക്ലെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് ഒരു ടീച്ചറാണ്, അപ്പോൾ ഇദ്ദേഹത്തിന് 50 ലക്ഷം രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു കൺസൾട്ടിങ് ഫീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ചിലവുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ ഇവരെടുത്ത് അദ്ദേഹത്തിന് നെറ്റ് ഇൻകം ഉണ്ട് എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ഹീ ഈസ് എലിജിബിൾ ഫോർ 44 AD അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ 50 ലക്ഷത്തിൻ്റെ 6% അല്ലെങ്കിൽ 8% ഡിക്ലെയർ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന് 25 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈവൺ ഇൻ 44 AD, ADയിലും 50% വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ 80%, 100% ഡിക്ലെയർ ചെയ്യാം, പ്രൊവൈഡഡ് അതെന്താ, ഇറ്റ് ഈസ് ഡയറക്ട്ലി കോറിലേറ്റഡ് ടു ഹിസ് നെറ്റ് ഇൻകം. അദ്ദേഹത്തിന് ബാക്കി എന്തുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് വരുമാനം കിട്ടി, അവസാനം ആകെ 25 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ചിലവ് വന്നു, ബിസിനസ് പ്രൊഫഷണൽ റിലേറ്റഡ് ചിലവുകളൊക്കെ വന്നു. 25 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു കാറൊക്കെ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു FD കിട്ടു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനം 4 ലക്ഷമാണ് 5 ലക്ഷമാണ് വരുമാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺ അതർ ഹാൻഡ് ചിലപ്പോൾ സ്ക്രൂട്ടിനി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ആ സെഗ്മെൻറ്റിൽ നിന്നുള്ള ഇൻകം ഇത്രയാണ് എന്ന് ഒരു ഒരു ക്രോസ് മാച്ചിങ് വരുന്ന തരത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വലിയ എമൗണ്ടൊക്കെ FDയും അല്ലെങ്കിൽ കാറ് വാങ്ങിച്ച് പ്ലോട്ട് വാങ്ങിച്ച് ലാൻഡും ബിൽഡിംഗ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് 6%, 8% ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 44 ADയുടെ എലിജിബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 194J ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി മീൻ ദാറ്റ് 44 AD അപ്ലൈ ചെയ്യും എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, 44 AE എന്നുള്ളൊരു സംഭവം ITR 4 തന്നെ വരുന്ന 44 AE ഗുഡ്സ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ടണ്ണേജ് വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 12,000 ടൺ, അതായത് 12 ടൺ, 12,000 kg, അതായത് 12 ടണ്ണോ അതിൽ കൂടുതലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1,000 rupees പെർ ടണ്ണേജ് പെർ മന്ത് ആണ് കേട്ടോ. അപ്പോൾ 12,000 ടണ്ണുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ 12,000 രൂപ ഇൻറ്റു 12 മാസം അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പാണ് അവിടെ നോക്കാം. അതായത് എത്ര നാൾ വണ്ടി ഓൺ ചെയ്തു എന്നാണ് നോക്കുന്നത്. അതായത് വണ്ടി എത്ര നാൾ ഓടിയെന്നല്ല. വണ്ടി കട്ടപ്പുറത്തായിരിക്കും, എന്നാലും വണ്ടി RC ബുക്കിൽ അയാൾ എന്നാണ് ഓൺ ചെയ്തത് അന്ന് തൊട്ട്, അതായത് അപ്പോൾ 12 മാസം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 12 മാസവും അത് ഡിക്ലെയർ ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ വണ്ടി ഓടിയില്ല എന്നുള്ളതല്ല വിഷയം. സിമിലർലി അതർ ഗുഡ്സ് വെഹിക്കിളിൻ്റെ കേസിൽ, അതായത് 12,000 താഴെയുള്ള ടണ്ണേജുള്ള കേസുകളിൽ 7,500 rupees പെർ മന്ത് ഓർ പാർട്ട് ദെയർ ഓഫ് ഫോർ ഓണർഷിപ്പ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഫ്ലാറ്റ് ഇപ്പോൾ 10 വെഹിക്കിളുണ്ടെന്നുണ്ടെങ്കിൽ 7,500 ഇൻറ്റു 12 ഇൻറ്റു 10, അങ്ങനെയാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഇതിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10 വെഹിക്കിളിനെക്കാട്ടും കൂടുതൽ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. 10 വെഹിക്കിളിനെക്കാട്ടും കൂടുതൽ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 44 AE ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 4 വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ 8 വണ്ടി വാങ്ങിച്ചു, അതിൽ 8 വിറ്റു, അവസാനം 4 വണ്ടി തന്നെ ഉള്ളതെന്നുണ്ടെങ്കിൽ ദെൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ചിലപ്പോൾ ആൾക്ക് 10 വണ്ടിയെക്കാട്ടും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഹീ ഈസ് നോട്ട് എലിജിബിൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അവിടെയും നമുക്ക് എത്രയാണോ നമ്മളുടെ ആക്ച്വൽ ഇൻകം അതിനെ ബേസ് ചെയ്തിട്ടും കൂടിയും നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫിഗറുകളൊക്കെ മിനിമം ഫിഗറുകളാണ്, അല്ലാതെ ഇത് തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ദെൻ ITR 4നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൗസ് പ്രോപ്പർട്ടി വരെയൊക്കെ പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ
നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെൻറ്റിൻ്റെ അൺറിയലൈസ്ഡ് റെൻറ്റ് അങ്ങനത്തെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ വൈസ് TDS ഡിസ്ക്ലോഷർ, അത് ഈ വർഷം വന്നേക്കുന്നതാണ്. നമ്മൾ ഓരോ സെക്ഷനും സെലക്ട് ചെയ്തിട്ട് അത് ഏത് ഹെഡിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്, ബിസിനസ് ഇൻകം ആണോ അങ്ങനെ മാപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് ഇയർ പോലെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ITR 1ഉം 2 ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ അവിടെയും 1ഉം 2ലും ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തതാണ്. സെക്ഷൻ വൈസ് നമ്മൾ മാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ITRൻ്റെ ഇൻകം നമ്മൾ മാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നിന്ന് ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ITR 4 ഹു കനോട്ട് ഫയൽ ഡിസ്ക്വാളിഫയർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആർക്കൊക്കെയാണ്, അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ITR 4 ഫയൽ ചെയ്യാനായിട്ട് പറ്റാത്തത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഗെയിൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ITR 4 പറ്റില്ല. എക്സെപ്റ്റ് 112A 1.25 ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് അത് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫോറിൻ ഇൻകോ ഫോറിൻ അസറ്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ITR 2 ചെയ്യാൻ, ITR 4 ചെയ്യാനായിട്ട് പറ്റില്ല. അഗ്രികൾച്ചർ ഇൻകം എബോവ് 5,000 റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ITR 4 ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ കമ്പനിയിൽ ഒരാൾ ഡയറക്ടറാണ്, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഹോൾഡിങ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ITR 3 ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു ഡു ITR 3 എന്നുള്ള ഫോം തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. മാൻഡേറ്ററിലി നമ്മൾ ITR 3 ചെയ്യേണ്ടതായിട്ട് വരും എന്നർത്ഥം. അപ്പോൾ ഇത്രയാണ് ITR 4 ആയിട്ട്. അപ്പോൾ ITR 4 ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ. ഈ 4 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ വരുന്നത് ITR 4ൻ്റെ ലോക്കിൻ പീരീഡ് പറയുന്നുണ്ട്. അവിടെ ലോക്കിൻ പീരീഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ITR 4ൻ്റെ ഇന്നെലിജിബിലിറ്റിയിൽ പറയുന്നത് നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടി എന്ത് സംഭവിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രിസംപ്റ്റീവ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 3.1 നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടേൺ ഓവർ 3 കോടിയെക്കാട്ടും കഴിഞ്ഞു. അപ്പോൾ എന്തായി, ഡെഫിനറ്റ്ലി ഇന്നെലിജിബിൾ ഫോർ, ടേൺ ഓവറിൻ്റെ ഗ്രൗണ്ടിൽ ഡെഫിനറ്റ്ലി ഇന്നെലിജിബിൾ ഫോർ എന്താണ് ITR നമുക്ക് 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോയ്സിലല്ല പോകുന്നത്, അതായത് നിങ്ങൾ മാൻഡേറ്ററിലി ദെൻ യു ഹാവ് ടു ഡു ITR 3. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആക്ച്വലി ടെക്നിക്കലി പറയുന്നത് ആസ് പെർ ലോ, ആസ് പെർ ആക്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ഒപ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. അവിടെ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ പറഞ്ഞേക്കണം, ടാക്സ് ഓഡിറ്റ് നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് വിത്തിൻ ദി ലിമിറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മാൻഡേറ്ററിലി ഒരു ലോവർ ലിമിറ്റ് ഓപ്റ്റ് ചെയ്യുകയാണ്. അതായത് 6%, 8%, അല്ലെങ്കിൽ 50% അല്ല നിങ്ങളുടെ ഇൻകം. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ വിത്തിൻ ദ ലിമിറ്റാണ്, അതായത് 2 കോടിയെക്കാട്ടും താഴേക്കാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രോഫിറ്റ് കുറച്ചും കൂടി കുറച്ചും കൂടി കുറഞ്ഞ് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത്, ദെൻ യു ആർ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് 4480. അപ്പോൾ അങ്ങനത്തെ സെനാരിയോയിലാണ് ആ കണ്ടിന്യൂസ് ബ്ലോക്ക് പീരീഡിന് ഇഷ്യൂ വരുന്നത്. അല്ലാത്ത കേസിൽ ആക്ച്വലി ടെക്നിക്കലി അവിടെ ഇഷ്യൂ ഇല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം എങ്ങനെയാണ്, പക്ഷേ മേ ബി ചിലപ്പോൾ നമ്മളിപ്പോൾ ഇൻഫോസിസ് ഒക്കെ ഉണ്ട്, സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്ലേസ് ചെയ്യുന്നത് നിയമം തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻഫോസിസ് ഒക്കെയാണ് നമ്മുടെ യൂട്ടിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പക്ഷേ ടെക്നിക്കലി നിങ്ങൾക്ക് യു ആർ എലിജിബിൾ ഫോർ, നിങ്ങൾ 1 ഇയർ ഫയൽ ചെയ്ത് അടുത്ത വർഷം ടാക്സ് ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും, ബിക്കോസ് യു ആർ നോട്ട് ഓപ്റ്റിംഗ് ഔട്ട്, നിങ്ങൾ ടേൺ ഓവർ കൂടിയത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇതിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ യു ആർ എലിജിബിൾ ഫോർ ദ നെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉണ്ട്. ദെൻ ഇപ്പോൾ എക്സീഡിങ് ദ ടേൺ ഓവർ സീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെയിം എഫ് ഓപ്റ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻറ്റൻഷനലി ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഓവർ കൂടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ടേൺ ഓവർ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ യു ഗോ ഫോർ ഈസ് ഇറ്റ് എലിജിബിൾ എന്നുള്ളൊരു ആംഗിളിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ ഇനി വേറെ ITR 4 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്വാൻസ് ടാക്സിൻ്റെ കേസിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ പറയാമെന്ന് വിചാരിച്ചാൽ ITR 4 ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ ആകെ അവർക്ക് ഒരൊറ്റ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. അവരുടെ കംപ്ലീറ്റ് അഡ്വാൻസ് ടാക്സ് 100% ഓഫ് അഡ്വാൻസ് ടാക്സ് മാർച്ച് 15 അടച്ചാൽ മതി. അവർക്ക് അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും അപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ ജൂൺ 15 അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ 15 ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും അവർക്ക് അപ്ലിക്കബിൾ അല്ല. അവരെല്ലാം കംപ്ലീറ്റ് അഡ്വാൻസ് ടാക്സും മാർച്ച് 15 അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ, സഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റോ ലേറ്റ് പേയ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല. അതാണ് ITR 4 അല്ലെങ്കിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻസ് ടാക്സിൻ്റെ നമ്മുടെ 234BC അങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻസ് വരാനായിട്ട് സാധ്യതയില്ല. ഇനി നമുക്ക് ITR 3 വരാം. ആർക്കൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ITR 1 പറ്റില്ല, 2 പറ്റില്ല, 4 പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ല, 3 ആണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ
പ്രൊപ്പറൈറ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അതായത് ഇൻഡിവിജ്വൽസോ HUF NRIസോ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ട്. ഇനി റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ITR 3 അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പാർട്ട്നേഴ്സ് അതേപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ LLPയിലെ പാർട്ട്ണറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ITR 3 എന്നുള്ള ഫോമാണ് മാൻഡേറ്ററിലി ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് പ്രിസംപ്റ്റീവ് കേസസ് നമ്മളവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ദേ ആർ എലിജിബിൾ ഫോർ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ബട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എന്താ അവർക്ക് പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ വന്നു ഇങ്ങനെയൊക്കെ, അതായത് അവർക്ക് എന്തുണ്ട്, അവർക്ക് ദേ ആർ എലിജിബിൾ പക്ഷേ ITR 4 ഫയൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ അവർക്ക് 2-ൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഫോറിൻ അസറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലോസ് മേക്കിംഗ് FNO ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ലോസ് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലും എന്ത് ചെയ്യാം, അവർ ITR 3 ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ 3 ചെയ്യുമ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ITR 3 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 44AD ADA AE ഇതൊക്കെ ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ITR 3 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ 44AD പ്രിസംപ്റ്റീവ് ടാക്സേഷൻ റൂട്ട് ഓപ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ ലോക്ക്ഡ് ഔട്ട് ടാക്സ് പേയേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അവർ എക്സിറ്റ് ചെയ്തിട്ട് ആ 5-year ലോക്കിൻ പീരീഡിന് ബ്രേക്ക് ചെയ്ത ആളുകൾ, ലോവർ ഇതിൽ ഡിക്ലെയർ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദേ ഹാവ് ടു കമ്പൽസറിലി ഗോ ടു ITR 3. അപ്പോൾ ഇതാണ് ITR 3 ഫയൽ ചെയ്യേണ്ട ആളുകൾ എന്നർത്ഥം. ഓക്കെ, ഇനി ടാക്സ് ഓഡിറ്റിൻ്റെ ITR 3യും ഈ ടാക്സ് ഓഡിറ്റും നമ്മൾ ലാസ്റ്റ് സെഷനിൽ ടാക്സ് ഓഡിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ITR 3യും ടാക്സ് ഓഡിറ്റും നമ്മൾ നോക്കേണ്ടത് അവിടെ നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ITR 1 എന്നുള്ള അതായത് 1 crore ITR 1 അല്ല, അതായത് ITR 3യിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ടേൺ ഓവർ 1 crore കടക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ 1 crore കടക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് ഈസ് അപ്ലിക്കബിൾ. ദെൻ ജനറലി 10 crores എന്നുള്ള വേറൊരു ലിമിറ്റും കൂടി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 44AB ഒരു 3-4 years മുമ്പ് വന്ന അമെൻമെൻ്റ് ആണ്. അപ്പോൾ 10 crores ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റെസീറ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് രണ്ടും കൂടി വരുന്നുണ്ട്. ക്യാഷ് റെസീറ്റ്സും പേയ്മെൻറ്റും <<95% ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ എലിജിബിൾ ഫോർ വിത്തൗട്ട് ടാക്സ് ഓഡിറ്റ് ഇല്ലാതെ ITR ഫയൽ ചെയ്യാനായിട്ട് അവർക്ക് എലിജിബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ 1 crore ഒരു ലിമിറ്റും ഉണ്ട്, 10 crore വേറൊരു ലിമിറ്റും ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ വരുന്നത്. കുറേ ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ഏരിയയൊക്കെയാണ്. കാരണം ഇപ്പോൾ ടാക്സ് ഓഡിറ്റ് ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ 44AB കൺസിഡർ ചെയ്യണം, 44AD കൺസിഡർ ചെയ്യണം. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ 1 crore ഒരു ലിമിറ്റ് ഉണ്ട്, 2 crore വേറെ ലിമിറ്റ് ഉണ്ട്, 3 crores വേറെ ലിമിറ്റ് ഉണ്ട്, 10 crores വേറൊരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ കൂടി മൊത്തം ഇരുന്ന് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് ഓഡിറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ അറൈവ് ചെയ്യുന്നത്. പ്രൊഫഷൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ്സ് വരികയാണ്, അതേപോലെ തന്നെ 75 lakhs എന്നൊക്കെ ഉള്ള ഒരു ആംഗിളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ അവിടെ ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇനി പെനാൽറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വർഷം നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടിൽ പോയി. അതായത് ഈ വർഷം വളരെ സ്വസ്ഥമായിട്ട് ഇൻ ദ സെൻസ്, അതായത് ഒരു മനസമാധാനമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസാനത്തെ വർഷമായിരിക്കും മിക്കവാറും ഈ വർഷം. അടുത്ത വർഷം തൊട്ട് എന്താ സംഭവിക്കുന്നത്, പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 വരുന്നത് മാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബഡ്ജറ്റ് 2026 വലിയൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് വളരെ കാഷ്വലായിട്ടാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അത് പറഞ്ഞത്. ഇത് വളരെ ചില വാക്കുകൾ ഇങ്ങനെ പഞ്ചാര തേച്ച് പറയുമ്പോൾ നമുക്ക് കേൾക്കാം നല്ല സുഖമുണ്ടായിരിക്കും, പക്ഷേ പഞ്ചാരയുടെ ഉള്ളിൽ പോയിസൺ ഇട്ടിട്ടാണ് തന്നേക്കണമെന്ന് നമുക്ക് ആക്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതായത് നമ്മുടെ ടാക്സേഷൻ ലോന്ന് ഈ പെനാൽറ്റി എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറഞ്ഞ പ്രൊവിഷൻസ് ഒക്കെ എടുത്ത് കളയുകയാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ബായി ആണ്. അപ്പോൾ പെനാൽറ്റി ഒന്നും ഇനി വേണ്ട, പകരം നമുക്ക് വളരെ തേൻ പുരട്ടിട്ടുള്ളൊരു വാക്ക് അവർ പറഞ്ഞു തന്നു. ഫീ എന്ന് പറഞ്ഞിട്ട് ഈ പെനാൽറ്റിയുടെ പേര് എന്താക്കി മാറ്റി, ഫീ ആക്കിയിട്ട് മാറ്റി എന്ന് പറഞ്ഞു. ഇതാണ് അമെൻമെൻറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ 270 അല്ലെങ്കിൽ 271 നമുക്ക് പെനാൽറ്റി വരുന്നത്, അതായത് നമ്മുടെ ടാക്സ് ഓഡിറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ക്ലയൻസിൻ്റെ ഒക്കെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ടാക്സ് ഓഡിറ്റ് ഡ്യൂ ഡേറ്റിനുള്ളിൽ, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് September 30th ആണല്ലോ, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഡ്യൂ ഡേറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല.
അല്ലേ? നമ്മൾ സെപ്റ്റംബറോ എത്രയോ ആൾക്കാരുടെ നമ്മൾ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലൊക്കെ നമ്മൾ ടാക്സ് ഓഡിറ്റൊക്കെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ. കാരണം കുറേയൊക്കെ കുറച്ച് കുറുമ്പിൻ്റെയൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സിന് അറിയാലോ അവരുടെ ടേൺ ഓവർ ഇത്രയുണ്ട്, മാർച്ചിൽ കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആയിട്ട് പോലും അവർക്കൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ശരിയാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ വേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ ദോ നമ്മൾ അപ്ഡേറ്റഡ് റിട്ടേൺ ജനുവരി പോയിട്ട് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വലിയൊരു പെനാൽറ്റി അവിടെ വന്നിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ എക്സർസൈസിങ് അതോറിറ്റി, ആ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളൊരു പെനാൽറ്റി ഇൻവോക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓട്ടോമേറ്റഡ്. ഓട്ടോമേറ്റഡ് അല്ല, അത് ഇൻവോക്ക് ചെയ്യണം. അതൊരു പെനാൽറ്റി, ഒരു ഓർഡർ എന്ത് ചെയ്യണം, അതൊരു ഷോക്കോസ് നോട്ടീസ് ഒക്കെ തന്ന് പെനാൽറ്റി പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്തിട്ടാണ് പെനാൽറ്റി അടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 0.5% ഓഫ് ടേൺ ഓവർ അല്ലെങ്കിൽ 1.5 ലാക്സ് ഇതാണ് വരുന്നത്. ഇതാണ് ലോവർ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ 1.5 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ 0.5%. ഇതിലേതാണോ കുറവ് അത് നമുക്ക് അതാണ് പെനാൽറ്റി ആയിട്ട് കിട്ടാം. അപ്പോൾ ഇതുവരെയുള്ള കേസിൽ നമ്മളിപ്പോൾ ഒരു സെപ്റ്റംബർ 30 ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടതായിരുന്നു, നമ്മൾ ഫയൽ ചെയ്ത് ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ ആണെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ പെനാൽറ്റി ഒന്നും വരില്ല. അതിങ്ങനെ ചിലപ്പോൾ ഒരു നോട്ടീസ് അയക്കുക, അപ്പോൾ നമ്മൾ പറയും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തായിട്ടുണ്ടായിരുന്നു, ശരിയായിട്ടുണ്ടായിരുന്നില്ല, സോറി, അപ്പോൾ അത് കാരണമാണെന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്താൽ ഇൻ 99.9% ഓഫ് കേസസിലും എന്ത് വരില്ല, പെനാൽറ്റി വരില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇൻകം ടാക്സ് ആക്ട് 2025 എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പെനാൽറ്റി പ്രൊവിഷനിൽ നിന്ന് ഈ ക്ലോസിനെ അങ്ങോട്ട് പതുക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ട് എവിടേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു, ഫീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവിടേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ അറിയാലോ, നമുക്ക് 234A അല്ലെങ്കിൽ 234E 234F എന്നൊക്കെ പറഞ്ഞ് ലേറ്റ് ഫീ വാങ്ങിക്കാറുണ്ടല്ലോ. അത് ഓട്ടോമേറ്റഡ് ആണ് അത്, അല്ലേ? അതായത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ഫീ അടയ്ക്കാതെ ഇത് കയറിപ്പോവില്ല. അതേപോലെ ഇനി അടുത്ത വർഷം, ഈ വർഷമൊക്കെ ഓക്കെയാണ്, ഇപ്പോൾ ഈ വർഷം തന്നെ നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചോ, അടുത്ത വർഷം ഈ പരിപാടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം കൂടി കെട്ടി വെച്ചിട്ട് വന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളതൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കുക, അടുത്ത വർഷം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നേരത്തെ കാലക്കൂട്ടിയൊക്കെ തയ്യാറാക്കിയില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞാൽ 75,000 രൂപ ഫൈൻ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലാണെങ്കിൽ 1.5 ലക്ഷം രൂപ ഫൈൻ. ഇത് അടയ്ക്കാതെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഈ വർഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അടുത്ത വർഷമാണ്. പക്ഷേ അടുത്ത വർഷം അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ട് 2025 നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല, ഒരുപാട് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സെക്ഷൻ മാറി അല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ മാത്രം മാറി എന്നൊന്നും വിചാരിക്കേണ്ട. നമ്പറൊന്നും അല്ല മാറിയിരിക്കുന്നത്, കംപ്ലീറ്റ് കഥകൾ മാറിയിട്ടുണ്ട് എന്നർത്ഥം. മര്യാദയ്ക്ക് ഇപ്പോഴേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസിന് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും എന്നർത്ഥം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ITR 3 ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ITR 3 ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൽ പറഞ്ഞതാണ്, ഇത് ഫോൺ നമ്പർ 3CA 3CB 3CD കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതായത് നമ്മളൊരു മാൻഡേറ്ററിലി കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് 3CA, അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ 3CB എന്നുള്ളൊരു ഫോമാണ്. ITR 3 ചെയ്തിട്ട് നമ്മൾ ടാക്സ് ഓഡിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇതും നമ്മൾ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു മാറ്ററാണ്. അതായത് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യും. അതായത് ഇപ്പോൾ ITR 3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എന്ത് ചെയ്യണം, നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ വേറെ ജനറലി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫോറിൻ അസറ്റ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നോർമലി ഇപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ റെസിഡൻസ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഫോറിൻ അസറ്റ്സുകളൊക്കെ ഡിക്ലെയർ ചെയ്യണം. അല്ലാതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ നോട്ടീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ടേൺ ഓവറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ITR 3 ആണ് അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ITR 4 ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. ITR 4 ഒട്ടും അഡ്വൈസബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ മേ ബി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഇപ്പോൾ വലിയൊരു ലോസ് ഒക്കെ വരാനൊക്കെ ആയിട്ട് സാധ്യതയൊക്കെ ഉണ്ട് ചില കേസുകളിലൊക്കെ. അപ്പോൾ നമ്മളിത് ഈ ഫിഗറുകൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര വലിയ ഫിഗർ ആണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഒരു ബൈ വാല്യൂ എന്ന് പറയുന്നത് 50 lakhs rupees ആണ്. ആൾ 40,000 രൂപയാണ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദെൻ ഹിസ് ടേൺ ഓവർ ഈസ് 40,000. അങ്ങനെയാണ് വരാം. അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ 40,000 രൂപയാണ്, അല്ലാതെ 50 ലക്ഷം അല്ല അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ.
അപ്പോൾ നമ്മൾ ആ ടേൺ ഓവർ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഈ വർഷത്തെ ITR 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 ഫിഗേഴ്സ് മാത്രം ഇൻപുട്ട് ചെയ്തിട്ട്, അതായത് ടേൺ ഓവർ എത്രയാണ്, അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ ലോസ് എത്രയാണ്, ഇത് മാത്രം ഇൻപുട്ട് ചെയ്തിട്ട് കീ ഇൻ ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയുള്ള റിട്ടേണുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ ITR 3 ചെയ്യുന്ന ആളുകൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ചും കൂടി, ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ദെൻ വാട്ട് ഈസ് ന്യൂ ഫോർ അസസ്മെൻറ്റ് ഇയർ 26-27 എന്താ ചേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ 80G അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടാക്സ് റെജീം ആയ കാരണം വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതായത് നമുക്ക് ഒരു 2 വർഷം മുമ്പേ തന്നെ വന്നതാണ്. ഇപ്പോൾ 80G GGC അതായത് ഓൾ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഡിഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലോൺ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടുത്തതിൻ്റെ നമ്പർ, ആളുടെ പാൻ നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 80D മെഡിക്കൽ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് ഇയർ തന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ അത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2024 ജൂലൈയിലായിരുന്നല്ലോ, ജൂലൈ 23 ആയിരുന്നല്ലോ നമ്മളുടെ മൂന്നാമത്തെ മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ബഡ്ജറ്റ് വന്നത്. അപ്പോൾ അന്ന് ഒരുപാട് ചേഞ്ചസ് വന്നല്ലോ. അപ്പോൾ ജൂലൈ 23 2024 വന്നപ്പോൾ കുറേ, അതായത് 23 മുൻപ് ഒരു റേറ്റ്, ഇപ്പം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 10% ആയിരുന്നു, അത് 12.5% ആക്കി. ഷോർട്ട് ടൈം 15 ഉണ്ടായിരുന്നു, 20 ആക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചേഞ്ച് വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ നോക്കണം. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വളരെ ഈസിയാണ്. കാരണം ഒറ്റ റേറ്റേ ഉള്ളൂ, 12.5 ദെൻ 20%. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു വെൽക്കമിങ് ചേഞ്ചാണ്. ദെൻ ഇനി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ITR 3 ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ബാലൻസ് ഷീറ്റ് അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൾട്ടിപ്പിൾ ബിസിനസ് ഹെഡുകൾ, കോഡുകൾ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളൊരു കമ്പ്യൂട്ടേഷൻ, ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകത്തിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേപോലെ തന്നെ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷനുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഇഫ് അപ്ലിക്കബിൾ, കാരണം ഇപ്പോൾ ബിസിനസ് ഇൻകം ഉള്ള ഒരാൾക്ക് ക്യാപിറ്റൽ ഗെയിനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൻ്റെ സ്കെഡ്യൂൾസുകൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്. 1 crore കൂടുതൽ ടേൺ ഓവർ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, 1 crore കൂടുതൽ ടേൺ ഓവർ അല്ല, ഇൻകം, 1 കോടിയെക്കാട്ടും കൂടുതൽ ഇൻകം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസറ്റ്സും ലാബിലിറ്റീസും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ അസറ്റ്സും ലാബിലിറ്റീസും ഒക്കെ നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇതിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ കേസിൽ, ഈ ഒറ്റ കേസിൽ അസറ്റ്സ് ലാബിലിറ്റീസ് ഡിക്ലെയർ ചെയ്തതിൻ്റെ ബേസിലൊക്കെ ചിലപ്പോൾ സ്ക്രൂട്ടിനിക്ക് വരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഈസോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ ഷെയറിൽ, ആക്ച്വലി ആ കമ്പനി അത്ര പോപ്പുലർ ആയിട്ടുള്ള കമ്പനി ഒന്നുമല്ല, പക്ഷേ കമ്പനി ഷെയറിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുമല്ലോ, ഈ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 50,000 ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുമല്ലോ. അപ്പോൾ ഇദ്ദേഹം ആ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കമ്പനിയുടെ ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 7.5 കോടി 8 കോടി രൂപയ്ക്കാണ്. ആക്ച്വലി അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആംഗിളിലൊക്കെ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടേഷൻ ആക്കിയതായിരിക്കാം. അതായത് ശരിക്കും അങ്ങനെ ലിസ്റ്റഡ് ഷെയർസ് ഒന്നും അല്ല. അപ്പോൾ ഇദ്ദേഹം 8 കോടി രൂപയുടെ ഇതുപോലെ മോർ ദാൻ 1 crore ഇൻകം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ പക്ഷേ ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവസാനം സ്ക്രൂട്ടിനി വന്നു, നമ്മളത് പറഞ്ഞ് സോൾവ് ചെയ്തു. പക്ഷേ അൺനെസസറിലി ദെൻ യു ഹാവ് ടു എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളത് കൊടുക്കുന്നതിന് മുമ്പ് അത് കറക്റ്റായിട്ടുള്ളൊരു ഡാറ്റയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ മോർ ദാൻ 1 crore ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റ്സ് ലാബിലിറ്റീസും ഒക്കെ ഡിക്ലെയർ ചെയ്യണം. നിങ്ങളുടെ ഗോൾഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഷെയർസ് അല്ലെങ്കിൽ ഇൻഷുറൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ITR 3 ഇങ്ങനത്തെ ഡിക്ലറേഷൻസും കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് പ്രിസംപ്റ്റീവ് ഇൻകം ഇൻസൈഡ് ITR 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ITR 3 ആണ് അദ്ദേഹം ഫയൽ ചെയ്യുന്നത്, പക്ഷെ അദ്ദേഹം ചില ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ടാണ് എന്ത് ചെയ്തത്, ITR 3 പോകേണ്ടതായിട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് എന്തുണ്ട്, ഹീസ് എലിജിബിൾ ഫോർ 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അദ്ദേഹത്തിന് ITR 4 ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സ്റ്റിൽ ഹി ക്യാൻ ഓപ്റ്റ് ദ പ്രിസംപ്റ്റീവ് ബെനിഫിറ്റ്. അദ്ദേഹത്തിന് പ്രിസംപ്റ്റീവ് ബെനിഫിറ്റ് എടുത്തിട്ട് ITR 3 ഉള്ളിൽ തന്നെ 44AD, ADA, 44AE ഒപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇൻകം ഡിക്ലെയർ ചെയ്യാനായിട്ട്, ITR ഫയൽ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്കൊരു ഡിസ്ക്വാളിഫയർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിസെപ്റ്റീവിലേക്ക് പോകാൻ പറ്റില്ല എന്നല്ല അർത്ഥം. ആൾക്ക് ITR 4 ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ അർത്ഥമുള്ളൂ. ഇപ്പോൾ രണ്ടിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ 1,400,000 രൂപയെക്കാട്ടും കൂടുതൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് 44AD ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ചൂസ് ITR 3 ആൻഡ് ഓപ്റ്റ് ഫോർ 44AD. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ITR 4 ഈസ് ഈക്വലൻ ടു 44AD എന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. അതായത് 44AD ഒക്കെ അല്ലെങ്കിൽ AD അല്ലെങ്കിൽ AE ഒക്കെ സ്റ്റിൽ അവൈലബിൾ. ITR 3 ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രിസെപ്റ്റീവ് ഇൻകം ഇൻസൈഡ് ITR 3 എന്നുള്ളതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ ഇത് ജനറലി പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് AIS അല്ലെങ്കിൽ 26ISും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മളിപ്പോൾ AISൽ ഇതൊക്കെ എല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റയും അവൈലബിൾ ആണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ITR 1ഉം 2 ഒക്കെ നിങ്ങൾ ഫയൽ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ്സുകാരുടെ റിട്ടേൺ ഒക്കെ വരുമ്പോൾ ഒരുപാട് TDS കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ അതിൻ്റെ ഉള്ളിൽ AISലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ സെയിൽ ഓഫ് സെക്യൂരിറ്റീസോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ GSTയുടെ ടേൺ ഓവർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് മാച്ചിങ് അല്ലേ എന്നുള്ളത്. GSTയുടെ ടേൺ ഓവറിൽ 1,50,00,000 രൂപയാണ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വേറെ ഫിഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റിക്കൺസിൽ ചെയ്ത് വെക്കുക, ഏതാണ് കറക്റ്റ്. ഒന്നുകിൽ GST റിട്ടേൺ എന്ത് ചെയ്യുക, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഇനി സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ GST ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ പോയിട്ട് റിവൈസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുപാട് കീ പോയിൻറ്റ്സുകൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടോർച്ചൊക്കെ അടിച്ചിട്ട് കുറച്ച് ഡാറ്റകളൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് AISൽ. അപ്പോൾ അതൊക്കെ മാച്ചിങ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് അർത്ഥം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാവും. കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ 143(1) വരുമ്പോൾ ഇതൊന്നും മാച്ചിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ യു വിൽ ബി ഇൻ ട്രബിൾ. അപ്പോൾ ഒരുപാട് ടോർച്ച് ബെയറിങ്, ഒരുപാട് ഹൈലൈറ്റ്സുകൾ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ GST ടേൺ ഓവർ ഇത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇത്രയുണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം ഇത്രയുണ്ട്, കമ്മീഷൻ ഇത്ര പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതായത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ GST ഒക്കെ ഉള്ള ആളുകളുടെ ചിലപ്പോൾ നമ്മൾ 44AD ഒക്കെ ഒപ്റ്റ് ചെയ്യും. അപ്പോൾ ഒപ്റ്റ് ചെയ്യാൻ നേരത്തെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് 1,000-2,000 രൂപയ്ക്ക് കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ITR ഫയൽ ചെയ്യാനായിട്ട്. അല്ലാതെ വെറുതെ നമ്മൾ 44AD GSTയുടെ ടേൺ ഓവർ മാത്രം ഇട്ടിട്ട് 8%, 6% എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരും. 143(1)ൽ അത് കറക്റ്റായിട്ട് പറയും. അതായത് നിങ്ങൾ ഒരു അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അതായത് ആകെ വളരെ കുറച്ച് തുച്ഛമായിട്ട് എമൗണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതോടുകൂടി നമ്മൾ ആ ഫീസ് വാങ്ങിക്കുന്നു. ഓക്കെ, ആ ഒരു സർവീസ് അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ വാങ്ങിക്കുന്നത് 3,000 റുപ്പീസോ 4,000 റുപ്പീസോ ഒക്കെ ചിലപ്പോൾ ഒരു ITR ഫയൽ ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ നിങ്ങൾക്കൊരു റെക്ടിഫിക്കേഷൻ ഓഫ് റിട്ടേൺ വരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കുന്നു, പിന്നെ ക്ലയൻറ്റിനെ വിളിക്കുന്നു, വീണ്ടും ഡാറ്റ വിളിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും വേറെ ഫീസൊന്നും ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത്. കാരണം AISലും 26ISലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക, അത് വെച്ചിട്ട് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ GST ടേൺ ഓവറിൻ്റെ അല്ലെങ്കിൽ TDSൻ്റെ സെക്ഷൻ വൈസ് അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ P&L എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് AISലെല്ലാം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും കാണാറുള്ളത് ചിലപ്പോൾ ഒരു ഓവർലാപ്പിംഗ് ഒക്കെ വരാം. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ ഈ കൊല്ലം കയറി വരാം. ഇക്കൊല്ലത്തെ ട്രാൻസാക്ഷൻസ് മാർച്ച് 31 ഡാറ്റ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും കയറി വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ഐറ്റംസ് ഒക്കെ കാണാം. അതായത് ചിലപ്പോൾ നമ്മുടെ സെയിൽ ഉണ്ടാവില്ല, സെയിൽ നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ ബൈ നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടൊന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ITR 2 ആയിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ ഗെയിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും ITR 3യിലും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ITR 3 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ദെൻ നമ്മളുടെ കോമൺ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ITR 4 നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ദെൻ ആദ്യം ശ്രദ്ധിക്കുക. ITR 4 എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ചിന്തിക്കുക. ITR 4 എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ITR 4 ചൂസ് ചെയ്യാം. ഇനി ഒരു കാരണവശാൽ ITR 4 പെട്ടില്ല, ടേൺ ഓവർ ലിമിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇനെലിജിബിൾ ബിസിനസ്സോ ഇനെലിജിബിൾ അസസ്യോ ആയതുകൊണ്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ITR 3 ചൂസ് ചെയ്യാം.
ദെൻ ഇനി ഈ 10I കേസുകളൊക്കെ ഒന്ന് നോക്കാം. ഓൾഡ് ടാക്സ് റെജീം എന്തുതന്നെയായാലും ബെനിഫിഷ്യൽ ഒന്നും ആവില്ല. പക്ഷേ നേരെ റിവേഴ്സ് പറഞ്ഞ കാര്യം, കഴിഞ്ഞ വർഷം ഓൾഡ് ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്താൽ ഈ വർഷം ന്യൂ ടാക്സ് റെജീമിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ 10I ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ എഫ് ടേൺ ഓവറിൻ്റെ കേസിൽ എഫ് ടേൺ ഓവറിൻ്റെ ഒക്കെ കേസിൽ ഇങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. അതേപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മോർ ദാൻ 2 ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ITR 3 പോകേണ്ടി വരും. അതേപോലെ തന്നെ അഡ്വാൻസ് ടാക്സിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞതാണ് ആഗസ്റ്റ്, അതായത് നമ്മൾ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ITR 4 ഒക്കെയാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാർച്ച് 15 ആണ് ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാവുന്നതാണ്. കീ ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ 31 ആഗസ്റ്റിലാണ് നോൺ ഓഡിറ്റ് ITR 3. ITR 4ൻ്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബറിലാണ് ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ വരുന്നത്. ദെൻ ഒക്ടോബർ 31 ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ പ്രസൻറ്റേഷൻ എടുക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും ഇത്രയാണ് ഒരു ITR 3, 4ൻ്റെ ഒരു ഏകദേശം ഒരു അവലോകനം വരുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തീർക്കാം. നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് ഒക്കെയാണ്, വെറുതെ സെക്ഷൻ നമ്പറുകളൊന്നല്ല മാറിയിരിക്കുന്നത്, ഒരുപാട് നമ്പറുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. എന്നാൽ പോലും ഒരു 999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സാറ്റർഡേകളിലാണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ then you can use the QR കോഡ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക്, ഒരു സ്പെഷ്യൽ ലിങ്ക് ഉണ്ട്, സ്പെഷ്യൽ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ദിസ് ഈസ് ഫോർ നൗ. ദെൻ അപ്പോൾ നമുക്ക് എന്തെങ്കിലും Q&A ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് ഓക്കെ. സാറേ, ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി. കാരണം ഇന്ന് ഓക്കെ. ഞങ്ങളിപ്പോൾ സ്ഥിരം ഈ ഡേറ്റുകളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സാർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഏതായാലും ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചോദിക്കുക, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ GST ഒഴിവാക്കുക. ഇൻകം ടാക്സിലെ നമ്മൾക്ക് എല്ലാവർക്കും ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാർ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചേക്കാം. സാർ, നമ്മളിപ്പം TDS പല കേസിലും ഇപ്പൊ റെന്റ് ഒക്കെ ആണെങ്കിൽ TDS കൃത്യമായിട്ട് ഫയൽ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള TDS വെച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, എന്നിട്ട് പിന്നീട് റിവൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കേസുകൾ ഒത്തിരി ഉണ്ട്. അപ്പം അതില് നമുക്ക് അതിനിടയ്ക്ക് തന്നെ റീഫണ്ടും വരിക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. റീഫണ്ട് വന്നാൽ പോലും പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ 31 വരെ നമുക്ക്, ഇപ്പോൾ ഡിസംബർ അല്ല, മാർച്ച് 31 വരെ നമുക്ക് റിവൈസ് റിട്ടേൺ ചെയ്യാമല്ലോ സാറേ. അപ്പോൾ ജസ്റ്റ് റിവൈസ് റിട്ടേൺ ചെയ്തിടാം. നമുക്കിപ്പോൾ TDS റിഫ്ലക്റ്റ് ആയതിന് ശേഷം റിവൈസ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിവൈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ് പറഞ്ഞത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് 40,000 രൂപയാണ് എന്ത് വന്നിട്ടുള്ളൂ, TDS വന്നിട്ടുള്ളൂ. ആക്ച്വലി നമുക്ക് 90,000 രൂപ TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിയണ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 40,000 രൂപ TDS വെച്ചിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 40,000 രൂപയെ കിട്ടുള്ളൂ. പക്ഷേ ഇനി റീഫണ്ടൊക്കെ കിട്ടിയതിന് ശേഷം ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ കഴിയുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള 50,000 രൂപ റിഫ്ലക്റ്റ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിവൈസ് റിട്ടേൺ ചെയ്യുന്നു. 50,000 കൂടി കൂട്ടിയിട്ട് മൊത്തം 90,000 രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിവൈസ് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ റിവൈസ് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 143(1) പ്രോസസ്സ് ആവുക. ഓക്കെ, റീഫണ്ട് 90,000, അതിൽ ഓൾറെഡി ഗിവൺ 40,000, ബാക്കി 50,000 നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വരെ പോകാൻ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ചിലപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഈ 90,000 ഉണ്ടല്ലോ, ഇപ്പോൾ പാർട്ടി പറയുകയാണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ റിഫ്ലക്റ്റ് ആവും. നോർമലി ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് എടുക്കാറുണ്ടല്ലോ റിഫ്ലക്റ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഈ 90,000 ക്ലെയിം ചെയ്ത്, കാരണം പാർട്ടിയുടെ ടാൻ നമ്പറൊക്കെ നമുക്കറിയാലോ, ചിലപ്പോൾ 90,000 ക്ലെയിം ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ എന്നിട്ട് ചിലപ്പോൾ നമ്മളൊന്ന് അത് 26 ഡേയ്സിൽ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞിട്ടേ ചിലപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുള്ളൂ. നമുക്ക് വെരിഫൈ ചെയ്യണം, നമുക്കൊരു ടൈം ഉണ്ടല്ലോ, എന്തായാലും ശ്രദ്ധിക്കണം, കാരണം 30 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പണിയാവും. അപ്പോൾ നമ്മളൊരു കുഷ്യൻ ടൈം, നമ്മളിപ്പോൾ സേവ് ഒരു 2 വീക്സ് ഒക്കെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. നമ്മൾ വെരിഫൈ ചെയ്യുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, അതായത് ഇത് വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ വെരിഫൈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. സാർ, പ്രൊഫഷണൽസിന്റെ 44 ADAയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് സ്പെസിഫൈഡ് ഇൻകം ആണല്ലോ അവരുടെ, പ്രൊഫഷനാണ്.
അപ്പൊ ആ അവര് മെഡിസിനും കൂടി സപ്ലൈ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ മിക്കവാറും. ഓക്കെ. പ്രൊഫഷൻ ചാർജ് മാത്രമല്ല, ഇൻക്ലൂഡിങ് മെഡിസിൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളത് നമുക്ക് 44 ADA ഓപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? എ ഡി എടുക്കാം അങ്ങനെയുള്ള കേസുകളിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ ഡിയും സെയിം ടൈം അവിടെ അപ്ലിക്കബിൾ ആവും. ഇപ്പോൾ സെപ്പറേറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ 200 രൂപയോ ചിലപ്പോൾ അവർ പ്രൊഫഷണൽ റെസീറ്റ് ആയിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ടാവും. അവർക്ക് തന്നെ ചിലപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ അവർ മെഡിസിൻസും കൊടുക്കുന്നുണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണെന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ടാവുക. ഇപ്പോൾ പലപ്പോഴും അല്ല, പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് മെഡിസിൻ കൊടുക്കുന്നതാണെന്ന് പ്രത്യേകം ഇതല്ല, പ്രത്യേക റെസീറ്റ് എഴുതിയല്ല. ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു 500 രൂപ കൺസൾട്ടിങ് ഫീസ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ മെഡിസിനും കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അത് പ്രൊഫഷണൽ ലിങ്കുമായിട്ട് തന്നെ കാണിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളത്. അങ്ങനെയാണെങ്കിൽ പറ്റും. അത് 44 ADA ചെയ്യാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് ADA-ല്. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ ഡിയും ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ചോദിച്ചോളൂ മറ്റുള്ളവർ. ഒരു ക്വസ്റ്റ്യൻ വന്നേക്കണത് ഞാൻ എടുക്കാം. GST ടേൺ ഓവർ 95 lakhs പെർ 26 AS ആണ്. ദെൻ 26 AS 26 AS 1 crore സം ഇൻവോയ്സ് ഇഷ്യൂഡ് ഇൻ April 26 ഡേറ്റഡ് ബട്ട് TDS റിസീവ്ഡ് ഇൻ 26 ക്യാൻ വി കൺസിഡർ 95 lakhs ആസ് പെർ GST ഇൻ ഇൻകം ടാക്സ് റിട്ടേൺ ഡിഫറൻസ് നോട്ടീസ് GST ടേൺ ഓവർ 95 lakhs as per 26 AS. 26 AS 1 crore. ഞാൻ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ ടേൺ ഓവർ 95 lakhs ആണ്. പക്ഷേ ഡിഫറൻസ് ഉള്ള 5 lakhs ആക്ച്വലി അത് 25-26 ആയിരുന്നു. പക്ഷേ അത് 26-27 റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് GST ടേൺ ഓവറിന് ബേസ് ചെയ്ത് നമ്മൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്രൂവൽ ബേസിലാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബില്ല് നമ്മൾ റേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് 26 AS വരുന്നത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് TDS കിട്ടുന്നതൊക്കെ ചിലപ്പോൾ അടുത്തതിലായിരിക്കും. പക്ഷെ നമ്മൾ ആ ബില്ല് റേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സേഫർ സൈഡിൽ നമ്മളത് കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ 1 crore കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. യൂട്യൂബ് ഇൻഫ്ലുവൻസർ ക്യാൻ ചൂസ് 44 AD. യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ 44 AD ചൂസ് ചെയ്യാം. ADയെ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇതല്ല, സ്പെസിഫൈഡ് പ്രൊഫഷൻ അല്ല. ഒരു ചോദ്യം സാർ വന്നേക്കുന്നു. നമസ്കാരം. ഒരു ചോദിച്ചോട്ടെ പറഞ്ഞോളൂ സാർ. സാറിൻ്റെ ഈ ക്ലാസ്സിന് ബേസിൽ കുറച്ച് കുറി വന്നതാണ്. ആ പറഞ്ഞോളൂ. ഓക്കെ, ആദ്യത്തെ കുറി ഈ ITR ഫോർ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞു. ആ നോ നീഡ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്ജക്ട് ടു സെർട്ടൺ കണ്ടീഷൻസ് സാർ പറഞ്ഞു. കണ്ടീഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? കണ്ടീഷൻസ് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാലേ, അതായത് നമുക്ക് ആദ്യം എലിജിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് 44 AD ഓപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിഡൻ്റ് ആയിരിക്കണം. NRIക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലോ, അതായത് റെസിഡൻ്റ് ആയിരിക്കണം. പിന്നെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF അല്ലാന്നുണ്ടെങ്കിൽ ഫെയിം. ഈ മൂന്ന് ആൾക്കാർക്ക് ഫയൽ ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഡിവിജ്വൽ ആയിരിക്കണം, HUF ആയിരിക്കണം, അല്ലെങ്കിൽ ഫെയിം ആയിരിക്കണം. ഈ 3 പേർക്ക് പറ്റുള്ളൂ. ഇനി അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എലിജിബിൾ ബിസിനസ് ആയിരിക്കണം. എലിജിബിൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ഇങ്ങനെ കിട്ടുന്ന ആളുകൾക്ക് ITR 4 അല്ലെങ്കിൽ 44 AD ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ വരുമാനം ഇതിൽ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് അടുത്ത ഒരു റെസ്ട്രിക്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതൊന്നുമല്ല, അതായത് ഒരാൾ റെസിഡൻ്റ് ആണ്, ഇങ്ങനെയുള്ള ഇൻകം ഒന്നുമില്ല. പിന്നെ വിത്തിൻ ദ ലിമിറ്റ്, ടേൺ ഓവറിൻ്റെ ഒരു ലിമിറ്റ് പറയുന്നുണ്ടല്ലോ, അതായത് 2 crores വരെ അല്ലെങ്കിൽ 3 crores വരെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അപ്പോൾ 3 ടെസ്റ്റുകളുണ്ട്. ഈ 3 ടെസ്റ്റും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 44 AD അല്ലെങ്കിൽ നമ്മുടെ ITR 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലാതെ തന്നെ പോകാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ITR 4 ആ അയാൾക്ക് ഷോർട്ട് ടൈം ഗെയിൻ ഉണ്ടായിരുന്നു ഷെയർ ട്രേഡിങ്ങിൽ. ഉം. സോ ഓട്ടോമാറ്റിക് ഷിഫ്റ്റഡ് ടു ITR 3. ഉം. അപ്പോൾ അയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണോ? ആ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ITR 3 പോയത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത് കൊണ്ടാണല്ലോ, അതെ, അല്ലാതെ ടേൺ ഓവറിൻ്റെയോ മറ്റേതില്ലല്ലോ. അപ്പോൾ അല്ല. നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ITR 3 തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഉം. നമ്മൾ 44 AD ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ 44 AD ഓപ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസിൻ്റെ ഇൻകത്തിന് ആൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓക്കെ സാർ, അങ്ങനെയാണ്. സംസാരിക്കുമ്പോൾ ITR 4 ഇൻഷുറൻസ് ഏജൻസിന് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. ഉം.
പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഒരു പാർട്ടിക്ക് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ഏജന്റ് ആണ് അയാൾ. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ITR 4 ഓപ്റ്റ് ചെയ്യും. ആ, ആദ്യം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറി കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ കോഡൊക്കെ ഉണ്ട്. ഉം, 13016 അതർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്ററി സർവീസസ് പറഞ്ഞിട്ട് 1 ഉം, ലാക്ക് 44 AD ഇൻകം കാണിക്കും. ഉം, അതിന് സെക്കൻഡായിട്ട് ഉം, LIC LIC ഏജന്റ് വേറെ കോഡുണ്ട്, 13011 ഉണ്ട്. ഉം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇതെല്ലാം ചെയ്തു വരുന്നത്. ഇക്കൊല്ലവും ചെയ്തു. ജൂലൈ 24 ചെയ്തു. 25 റീഫണ്ട് കിട്ടി. ഉം. അയാൾക്ക് TDS 194D പിടിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അത് പോകുന്നുണ്ട്. ആദ്യം 44 AD ഇൻകം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറി പോകുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരു 1 ലക്ഷം പോലും ടേൺ ഓഫ് ഇല്ലാത്തവർക്ക് ഇൻഷുറൻസിന് ITR 3 ചെയ്യുവാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ജസ്റ്റ് ഫോളോ, ഇപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കാര്യം സാറിന് പറഞ്ഞത് മാത്രം. ഓക്കെ, മനസ്സിലായി. പ്രോബ്ലം അതായത് എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, ആക്ച്വലി നമ്മളുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ അതായത് ഇത് ആക്ച്വലി സിംപ്ലി 194D എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഷുറൻസ്, അതായത് ഒരു കമ്മീഷൻ ബിസിനസ്സാണ് 194D TDS പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ ആക്ച്വലി ടെക്നിക്കലി പറയുകയാണെങ്കിൽ 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓൺ ഗോയിങ് എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യം, ഈ കൊല്ലം പ്രശ്നം ഇല്ലാതിരിക്കട്ടെ. പക്ഷെ അടുത്ത ഓക്കെ, കൊല്ലമൊക്കെ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ അവർ ഡിഫക്റ്റീവ് റിട്ടേൺ ഒക്കെ ആക്കാനുള്ള മീൻസ് ഞാൻ പറയുന്നത് ടെക്നിക്കലി സാധ്യതയുണ്ട്. സ്പീക്കിംഗ് പക്ഷെ ഡിഫക്റ്റീവ് ഇതുവരെ റിട്ടേൺ. കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഓക്കെ ഓക്കെ, അല്ല ഓക്കെ നല്ല കാര്യം. ഓക്കെ സാർ. ITR ബാ- 4 ബാക്കിയുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞോ. സാർ. അല്ല, ബാക്കിയുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാനുള്ളവര്. ഓക്കെ, സാർ ഓക്കെ, പറഞ്ഞോളൂ. സാറിന് കഴിഞ്ഞിട്ടില്ല. ആ. ITR 4 ഫോറിൻ ഇൻകം എന്നുള്ളത് എലിജിബിൾ അല്ലാന്ന് സാർ പറഞ്ഞു. ആ ആ ഈ ഫോറിൻ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ഫോറിൻ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണോ, അല്ല ഒരാള് ഫോറിന് ജോലിക്ക് പോയി, ഉം, 182 ദിവസം തികച്ചില്ല, ഉം, 170 ദിവസം ഞാൻ തിരിച്ചു വന്നു, അവിടെ ഉം, സാലറി ഉണ്ടായിരുന്നു. ഉം. വെദർ ദ സാലറി വിൽ ബിക്കം ഫോറിൻ ഇൻകം. അത് ഫോറിൻ ഇൻകം അല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദെൻ ഹി ഈസ് റെസിഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഫോറിൻ, ഓക്കെ. അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇൻകം ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണല്ലോ. ആ, അതല്ല ഫോറിൻ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി ഇവിടുത്തെ ഓക്കെ ഇറ്റ്സ് അക്രൂസ് ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ ഓക്കെ. പ്രിസംപ്റ്റീവ് ടാക്സ്, അഡ്വാൻസ് ടാക്സ് ഡ്യൂ, ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ സാറ്, ഞാൻ നാളെ ഒരു ടാലിയുടെ ക്ലാസ്സിന് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ന്യൂസാണ്. റൂൾ 46(8) ഓഫ് IT Act 2025. ഉം, നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഡിജിറ്റലായിട്ട് അടുത്ത 7 കൊല്ലത്തേക്ക് സൂക്ഷിക്കണം. പ്രിഫറബിളി നമ്മുടെ ഈ ഇതിനുണ്ടല്ലോ ക്ലൗഡ് സ്റ്റോറേജ്, ഉം, ഉം. അതേമാതിരിയുള്ളത് ഡിജിറ്റലായി സൂക്ഷിക്കണമെന്ന് റൂൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അത്? അല്ല, അതെന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അതായത് നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ആക്ടിലാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു മാൻഡേറ്ററി ക്ലോസ് ആയിട്ട്, അത് മേ ബി ചിലപ്പോൾ ടാലിക്കാർ അവരുടെ പ്രൊഡക്റ്റ് ചിലവാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എന്താ ഓക്കെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുടി അല്ലെങ്കിൽ തൃശ്ശൂർ എവിടേക്കുള്ള ഒരു മാർക്കറ്റിലുള്ള ഒരാൾ, ഒരു അരിക്കച്ചവടം നടത്തുന്ന ഒരാൾ, ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു രജിസ്റ്ററിൽ എഴുതിയിട്ട് കോടികളുടെ കണക്ക് വേണമെങ്കിൽ ഒരു മാനുവൽ ഒരു ബുക്സ് എഴുതിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയണത് പ്രോപ്പർ ബുക്സ് റെക്കോർഡ്സ് അതുണ്ടായിരിക്കണം എന്നാണ്. അല്ലാതെ നിങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണം, മാൻഡേറ്ററിലി ഒരാൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണം എന്നല്ല പറയണത്. നിങ്ങളുടെ കയ്യിൽ രജിസ്റ്ററോ ബുക്കോ ഉണ്ട്, എഴുതി നല്ല പച്ച മലയാളത്തിൽ എഴുതി വെച്ചാൽ കഴിഞ്ഞാൽ മതി. 7-8 കൊല്ലത്തുള്ള ഡാറ്റ അവിടെ ഉണ്ടായാൽ മതി. അല്ലാതെ അത് മാൻഡേറ്ററിലി ക്ലൗഡ് സ്റ്റോറേജിൽ തന്നെ വേണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ ITR 3 ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ്, അത് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് എന്നുണ്ട്, സ്പെക്കുലേഷൻ ബിസിനസ് എന്നുണ്ട്. ഉം. ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിനെ സ്പെക്കുലേഷനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്പെക്കുലേഷൻ. അതായത് സ്പെക്കുലേഷൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിങ്ങിനെയാണ് സ്പെക്കുലേഷൻ ഓക്കെ, എന്ന് പറയുന്നത്. അതായത് കാലത്ത് നമ്മൾ വാങ്ങി ഡേ വൈകുന്നേരം ട്രേഡിങ്, വെക്കുന്നത്. ഡേ ട്രേഡിംഗ് എന്ന് പറയുള്ളൂ. ഇന്ന് പൊസിഷൻ എടുത്ത് ഇന്ന് തന്നെ എക്സിറ്റ് ചെയ്തു. നമ്മൾ ലിവറേജ് വെച്ചിട്ട് ഇൻട്രാഡേ ചെയ്യുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് സാധാരണ പറയാറുള്ളത്.
ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചേഴ്സിലോ അല്ലെങ്കിൽ ഓപ്ഷൻസിലോ അല്ലെങ്കിൽ കറൻസിയിലോ അതിന് ഡെറിവേറ്റീവ്സ് ട്രേഡ് എന്നാണ് പറയുക. അപ്പോൾ അതിന് അത് സാധാരണ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഈവൻ ദോ നമ്മൾ സെയിം ഡേയിൽ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്താലും, ഞാനിപ്പോൾ ഇന്ന് ഫ്യൂച്ചേഴ്സിൽ ഒരു കോൺട്രാക്ട് വാങ്ങിച്ചു, ഇന്ന് തന്നെ ഞാനത് എക്സിറ്റ് ചെയ്തു, എന്നിരുന്നാൽ പോലും അത് സാധാരണ ബിസിനസ്സാണ്. അത് കോമൺ ബിസിനസ് ഇൻകം ആണ്, അല്ലാതെ അത് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം അല്ല. സ്പെക്കുലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻട്രാഡേ ആയിരിക്കണം. അത് ഡെലിവറി എടുക്കാതെ എടുക്കുന്ന സാധാരണ ഇൻട്രാഡേ ബിസിനസ് അല്ലെങ്കിൽ ഡേ ട്രേഡ് ആയിരിക്കണം അത്. എന്നാലാണ് അത് സ്പെക്കുലേറ്റീവ് ബിസിനസ് ആവുള്ളൂ. ഓക്കെ സർ, താങ്ക് യു ഫോർ ദ നൈസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു സർ. സാർ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഒരാളെ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് നോക്കണ്ട, ഞാൻ കണ്ടത് വായിക്കുന്നതിന് മുമ്പ്. ഓക്കെ, ഒരു ഗവൺമെൻറ് കോൺട്രാക്ടർ 100% റെസീപ്റ്റ്സ് ബുക്ക് ബാങ്കിങ് ചാനലിലൂടെയാണ്, എന്നാൽ 44AD അപ്ലൈ ചെയ്യാമോ? ടോട്ടൽ റെസീപ്റ്റ്സ് എബോവ് 2 crores ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. കാരണം റെസീപ്റ്റ്സ് എന്നാ പറയുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് കോൺട്രാക്ടറാണ്, 2 കോടി അല്ലെങ്കിൽ 3 കോടി വരെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു കോൺട്രാക്ടർ ഇൻഎലിജിബിൾ പേഴ്സൺ അല്ല. വിൻമാനിൽ 44AD സെലക്ട് ചെയ്താൽ 6% അക്കൗണ്ട് പേയി, നോൺ അക്കൗണ്ട് പേയി, ക്യാഷ് എന്നീ രീതിയിൽ കാണുന്നു. ക്യാഷ് അല്ലാത്ത കേസസ് എന്ന് നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? അതേഴ്സ് എന്നും കാണുന്നുണ്ട്. ഇത് വിൻമാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റീവ് മെത്തേഡ് എന്നുള്ളൊരു ആംഗിളിലാണ്. 44AD സെലക്ട് ചെയ്ത 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോൺ അക്കൗണ്ട് പേയി, ക്യാഷ്. അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇനിയിപ്പോൾ നമ്മളൊരു എൻട്രി ഇട്ടിട്ട് ചെയ്തു എന്ന് വിചാരിക്കും, നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല, നമുക്കൊരു ഒരു ബുക്ക് എൻട്രി ഇട്ടിട്ട് നമുക്ക് പൈസ വരവ് വെച്ചു എന്നൊക്കെ ഉദ്ദേശിക്കുകയാണെന്നായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് ഈ 6-8 എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് മാത്രമാണ്. അപ്പോൾ 6-8 നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തെടുക്കാം. ഇത് ഉദ്ദേശിച്ചത് ഇതാണ്. അതേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ചിലപ്പോൾ നോൺ അക്കൗണ്ട് പേയും ക്യാഷും ഒന്നും അല്ല, കാരണം സംഭവം കിട്ടിയിട്ടില്ല, നമ്മളൊരു ബുക്ക് എൻട്രി ഇട്ടിട്ട് സെയിൽ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയേക്കണത് ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കളക്ഷൻ വന്നേക്കണത്. അപ്പോൾ അത് ക്യാഷും അല്ല, നോൺ അക്കൗണ്ട് പേയും അല്ല, അക്കൗണ്ട് പേയും അല്ല. അപ്പോൾ അത് 8% എന്നുള്ളൊരു ആംഗിളിൽ നമുക്ക് പോവാം. യൂട്യൂബ് ഇൻഫ്ലുവൻസർ വേറെ അത് നമ്മൾ നോക്കിയതാണ്, വത്സൻ സാറിൻ്റെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഫെയിം ഡിസോൾവ്ഡ് ആണ്, നോ നീഡ് ടു ഫയൽ ITR. ഹൗ ദിസ് ഇൻറ്റിമേറ്റ് ടു IT ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഈസ് ഇറ്റ് സഫിഷ്യൻറ്റ് ടു ക്യാൻസൽ ദ പാൻ കാർഡ് ഓൺലി? പാർട്ട്ണർഷിപ്പ് ഫെയിം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫെയിമിന് മാൻഡേറ്ററിലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം തന്നെ എന്ന് ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ ഈ കറക്റ്റ് March 31 ഡിസോൾവ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അതല്ല, ഇതിൻ്റെ ഇടയിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ജൂണിലാണ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ തൊട്ട് ജൂൺ വരെ അത് വർക്കിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ അതുവരെയുള്ള റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സാധാരണ കേസിൽ നമ്മൾ ആ പാർട്ട് പീരീഡ് ഉണ്ടല്ലോ, പാർട്ട് പീരീഡിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കൺസേൺഡ് ഇൻകം ടാക്സ് ജൂറിസ്ഡിക്ഷൻ ഓഫീസറുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു അപ്ലിക്കേഷൻ പാൻ ക്യാൻസൽ ചെയ്യാനായിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. വൺസ് അഗെയിൻ അബൌട്ട് 44AD ബ്ലോക്ക് പീരീഡ്. 44AD ബ്ലോക്ക് പീരീഡിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മൾ വൺസ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 5 years നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അത് ഇഷ്യൂ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ലോവർ ആയിട്ട് കാണിക്കുകയാണെന്ന് വിചാരിക്കും, നമ്മൾക്ക് നമ്മുടെ ഇത്രയും ഇതില്ല. പക്ഷേ നമ്മളിപ്പോൾ 1 കോടിയെക്കാട്ടും താഴേക്ക് ടേൺ ഓവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 6%, 8% നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ 2 കോടി ഒക്കെ ആണെന്ന് വിചാരിക്കും, അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ ക്യാഷ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 8% എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപ വരും. അപ്പോൾ 16 ലക്ഷം രൂപ വരുമ്പോൾ ടാക്സ് വരുമ്പോൾ ചിലപ്പോൾ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്തിട്ട് വരും, നമ്മൾ ചിലപ്പോൾ ലോവർ ഇതിൽ കാണിക്കും. അപ്പോൾ ലോവർ ഇതിൽ കാണിച്ചത് കൊണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദെൻ വി ആർ ഇൻറ്റൻഷനലി നമ്മളായിട്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു 5 year കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ബ്ലോക്കായി നടത്താം, പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല. ദെൻ യു ഹാവ് ടു നമ്മൾ പിന്നെ മാൻഡേറ്ററിലി നമ്മൾ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൊപ്രൈറ്ററി കൺസേൺ ക്ലോസ്ഡ് ഓപ്പറേഷൻസ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 24-25 ആൻഡ് ഇൻകോർപ്പറേറ്റഡ് എ കമ്പനി. The client deducted tax in financial year 25-26 against the invoices raised by the proprietorship firm in 24-25. How can claim the TDS since there is no business income in financial year 25-26? 24-25 പ്രൊപ്രൈറ്റർഷിപ്പ് എനിക്കത് ചോദ്യം എനിക്ക് മനസ്സിലായ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24-25 ബിസിനസ് ക്ലോസ് ചെയ്തു. പക്ഷേ മേ ബി ചിലപ്പോൾ TDS റിഫ്ലക്റ്റ് ചെയ്തേക്കുന്നത് 25-26
അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ എന്താ ഇവിടെ ഇഷ്യൂ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TDS മാത്രം ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ഓൾറെഡി ഈ വരുമാനം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ വരുമാനം കാണിച്ചുകൊണ്ട് വിത്തിൻ ദ ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചുകൊണ്ട് ഫയൽ ചെയ്തിട്ട് TDS ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത കേസിലും അത് പറ്റില്ല. നമുക്ക് TDS മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ ഇൻകം ഓഫർ ചെയ്യാതെ. അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ചിലപ്പോൾ ഇൻകം കാണിച്ചിട്ട്, സാധാരണ കേസിൽ കാണിക്കാൻ ചാൻസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വർഷം TDS വരാത്ത കാരണം ചിലപ്പോൾ ഇൻകം കാണിച്ചിട്ടുണ്ടാവില്ല 26 ഡേയ്സിൽ വരാത്ത കാരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഇയറിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാം. പാർട്ട്ണർഷിപ്പ് ഫെയിം ഫയൽഡ് അണ്ടർ 44AD but TDS deducted under section 194T. So whether the partner can file return by showing അത് കാണിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പാർട്ട്ണർഷിപ്പ് ഫെയിം 44AD ഫയൽ ചെയ്തു എന്ന് വെച്ചിട്ട് 194T TDS ക്ലെയിം ഒക്കെ കാണിക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ റെമ്യൂണറേഷൻ ഈസ് അലൗഡ് എന്നാണ്. 44AD ഒപ്റ്റ് ചെയ്യുമ്പോൾ വേറെ റെമ്യൂണറേഷൻ നമുക്ക് സെപ്പറേറ്റ്ലി കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ദെൻ സ്പെക്കുലേഷൻ ലോസ് ഉള്ളത് ചെറിയ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആയി കാണിച്ചു ഫയൽ ചെയ്തിട്ടുണ്ട്, ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സ്പെക്കുലേഷൻ ലോസ് ഉള്ളത് ചെറിയ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആയി കാണിച്ചു, അങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല. സ്പെക്കുലേഷൻ ലോസ് ആണെങ്കിൽ സ്പെക്കുലേഷൻ ലോസ് ആയിട്ട് തന്നെ കാണിച്ചാലും മതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് 3 ഇയർ ITR 3 ഫയൽ ചെയ്തു, 1 താഴെ ആയിരുന്നു, 1 crore താഴെയായിരുന്നു. 24ൽ 44AD ഒപ്റ്റ് ചെയ്യാം. ലാസ്റ്റ് 3 ഇയർ ITR 3 ആണ് ഫയൽ ചെയ്തേക്കുന്നത്. നമ്മൾ ആ ലോക്കിൻ പീരീഡ് ഡീവിയേറ്റ് ചെയ്ത്, അതായത് മുമ്പ് നമ്മൾ ഈ ലാസ്റ്റ് 3 ഇയർ ITR 3 ആണ് ചെയ്തേക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് 4 ചെയ്തിട്ട് നമ്മൾ ലോവർ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കണം എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, നമുക്ക് എലിജിബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട്, നമ്മൾ കുറേ നാൾ ITR 3 ആണ് ചെയ്യുന്നത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 കൊല്ലമൊക്കെയായിട്ട് ITR 3 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യത്തെ 2 വർഷം. പല ആൾക്കാർ ഇപ്പോഴാണല്ലോ 12 lakhs വരെയൊക്കെ നമുക്ക് എക്സംഷൻ വന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ വർഷമായി 44AD ഒക്കെ ഒപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ കാരണം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ ടാക്സബിൾ ആണ്. അപ്പോൾ ഈ വർഷം നമ്മൾ 12, അപ്പോൾ ഈ വർഷം ഒരുപാട് ആളുകൾ 44AD ഒപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ITR 4 ഒപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോസിബിൾ ആണ്, പ്രൊവൈഡഡ് നമ്മൾ ആ ലോക്കിൻ പീരീഡിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, അതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, വേറെ കമ്മീഷൻ ബ്രോക്കറേജ് റിസീവ്ഡ് ഈസ് ഷോൺ ഇൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആൻഡ് ക്ലെയിംഡ് എക്സ്പെൻസസ് അണ്ടർ സെക്ഷൻ 57. ഈസ് ഇറ്റ് കറക്റ്റ്? കറക്റ്റ് ആണ് സാറേ മുരളി സാർ. അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അതൊരു കണ്ടിന്യൂസ്, അതായത് ഒരു ബിസിനസ് ഓപ്പറേഷൻസ് പോലെയാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്മീഷൻ, വല്ലപ്പോഴൊക്കെ ഒരു കമ്മീഷൻ കിട്ടി, ഇപ്പോൾ നമ്മളിപ്പോൾ ആമസോണിലൊക്കെ അങ്ങനെയൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ മെയിൻ ബിസിനസ് ഒന്നും അല്ലാതെ ചിലപ്പോൾ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോക്കറേജ്, ഇപ്പോൾ സ്ഥല കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ ബ്രോക്കറേജ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു കണ്ടിന്യൂസ് നിങ്ങളുടെ, അതായത് 12 മാസവും ഈ എൻട്രി ഉണ്ടെന്ന് വിചാരിക്കും TDSൽ. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പം ചെയ്യാൻ പറ്റില്ല. അതർവൈസ് അതൊരു കാഷ്വലായിട്ട് വല്ലപ്പോഴൊക്കെ വരുന്ന ഐറ്റാണെങ്കിൽ 57ൽ ഡിഡക്ഷൻ എടുക്കാനായിട്ട് പറ്റും, പ്രശ്നമൊന്നുമില്ല. 194T എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ കേസിൽ ഫെയിം കൊടുക്കേണ്ടതാണ്. 20,000 എബോവ് ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻട്രസ്റ്റോ എന്ത് തന്നെയായിട്ടും പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 194T അപ്ലിക്കബിൾ ആണ്. 194Tയിൽ TDS പിടിച്ചിട്ട് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് 194T വരുന്നത്. പക്ഷേ ആ പാർട്ട്ണർഷിപ്പ് ഫെയിം 44AD ഒപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്? ഇപ്പോൾ 1 കോടി രൂപ ആണ് എന്ന് വിചാരിക്കും അതേ ഫെയിമിൻ്റെ ടേൺ ഓവർ. അപ്പോൾ 1 കോടി രൂപയാണ് ടേൺ ഓവർ, എല്ലാം ബാങ്കിങ് ചാനലിലൂടെയാണെന്നുണ്ടെങ്കിൽ 6% കാണിച്ച് 6 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറയാം. എന്നിട്ട് 6 ലക്ഷം രൂപയുടെ 30%, 1,80,000 പ്ലസ് സെസ് ടാക്സ് അടച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ റെമ്യൂണറേഷൻ ഈസ് പെയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ റെമ്യൂണറേഷൻ ഓൾറെഡി അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അസംഷൻ. അപ്പോൾ 194Tയിൽ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർക്ക് ആ റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ആ റെമ്യൂണറേഷൻ കാണിച്ചിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പ്രൊപ്രൈറ്റർഷിപ്പ് ഓഡിറ്റഡ് ലാസ്റ്റ് 2 ഇയേഴ്സ്, നൗ ടേൺ ഓവർ 1.7 crores, ക്യാൻ സെലക്ട് 44AD ഒപ്റ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പ്രൊവൈഡഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി 44AD എന്നാണോ അപ്പുറത്തേക്ക് പോയേക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ടേൺ ഓവർ വിത്തിൻ ദ ലിമിറ്റ് ആയിട്ടും നമ്മൾ ടാക്സ് ഓഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അത് ബ്രേക്ക് ചെയ്യുന്നുള്ളൂ, 5 ഇയർ ബ്രേക്ക് ചെയ്യുന്നുള്ളൂ. സാറേ, ഒരു 44AD ഒരു കാര്യം ചോദിക്കട്ടെ സാറ്. 22-23 അസസ്മെന്റ് ഇയറിൽ 44AD ഓപ്റ്റ് ചെയ്തു. ഇതിപ്പോ 5ാമത്തെ വർഷമാണ് 26-27. ഇപ്പൊ നമ്മള്
ബ്ലോക്ക് പീരീഡ് എന്ന് പറഞ്ഞിട്ട് വിൻമാനില് ITR ഡാറ്റ എൻട്രിയിൽ ഒരു ഇതുണ്ടല്ലോ. ഉം. അവിടെ ബ്ലോക്ക് പീരീഡ് ചോദിക്കുമ്പോൾ നമ്മൾ 26-27 ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അത് ഉം. നമ്മൾ തിരുത്തിയിട്ട് ഇപ്പം ഒരു നെക്സ്റ്റ് 5 ഇയർ ആണോ കൊടുക്കേണ്ടത്, ആ 27 നിലനിർത്താണോ വേണ്ടത്? 27 തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ ഫ്രഷ് ആയിട്ട് 31 ആ 32 അങ്ങനെ കൊടുക്കാം. ഇപ്പൊ അതാണ് ഒരു അലർട്ട് വരുന്നുണ്ട് നമ്മളത് ഇപ്പൊ ചേഞ്ച് നമ്മൾ ചെയ്യുന്നത്. ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 5 ഇയറിൽ പോകുന്നതിന്റെ അവസാനത്തെ 5 ഇയർ ആണെന്നത്. അങ്ങനെയാണ് ആ ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഓക്കെ കൊടുക്കുന്നത്. ഓക്കെ സാറേ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ, എല്ലാവർക്കും നല്ല ഇൻഫോർമേറ്റീവ് ആണ്. ഇന്നത്തെ താങ്ക് ക്ലാസ് യു വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേഷൻ ആണ്. താങ്ക് യു സാർ. താങ്ക് യു മാഡം. സുബിൻ സാറെ, മനോജാണ് കോഴിക്കോട് നിന്ന്. സാറേ, പറഞ്ഞോളൂ മനോജ് സാർ. അത് ഒരു കോമൺ ആയ ഒരു കാര്യം. ഇപ്പം നമ്മൾ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അക്കൗണ്ടന്റ്മാരുണ്ട്, പ്രാക്ടീഷണർമാരുണ്ട്, കൺസൾട്ടന്റ്മാരുണ്ട്. CA അല്ലാത്ത ആളുകൾ ആണ് ഫയൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ ITR 3-ഉം 4-ഉം ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാലറിയും പെൻഷനോ ഫയൽ ചെയ്യുന്നത് നമ്മൾ അവിടെ ആ ഇൻഡിവിജ്വൽ ആണ്. എന്റെ കേസ് വന്നു കഴിഞ്ഞാൽ, സ്കൂട്ടിനി വന്നാൽ അത് ആ ഇൻഡിവിജ്വൽ ഫയൽ ചെയ്ത് നമ്മൾ അവിടെ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് കൊടുക്കുന്നില്ല. അതേപോലെ ഇവിടെയും കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഫയൽ ചെയ്യുന്നതിന് CA അല്ലാതെ ഫയൽ ചെയ്യുന്ന ആൾക്ക് എന്താണ് ഒരു സ്ക്രൂട്ടിനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ റിസ്ക്? അവർക്ക് നിയമാനുസൃതം ഇത് ഫയൽ ചെയ്യാൻ അർഹതയുണ്ടോ? ഇല്ലെങ്കിൽ ഇതിന്റെ മുന്നോട്ട് വരുന്ന വരായിക എന്താണെന്ന് സാർ ഒന്ന് ജസ്റ്റ് പറയാമോ? അതിൽ ഒരു മാറ്റർ വരും വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ നമ്മളിപ്പോൾ ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആംഗിളിൽ നമ്മളിപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു ഒരു 99% ആളുകളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പോൾ വിൻമാനിലായാൽ പോലും നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളതൊരു ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഒരാൾ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു ഓൺ ബിഹാഫ് ഓഫ് ഹിം നമ്മൾ എന്ത് ചെയ്യുന്നു അയാൾക്ക് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു. പക്ഷേ ആക്ച്വലി അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആൾ തന്നെയാണ് ഫയൽ ചെയ്തേക്കുന്നത് എന്നുള്ളത്. നമ്മളൊരു വേരിഫിക്കേഷൻ ഉണ്ടല്ലോ, അതായത് നമുക്കവിടെ നമ്മളൊരു ഓതറൈസേഷൻ എന്നുള്ളൊരു ആംഗിളിൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാക്സ് റിട്ടേൺ പ്രിപ്പയറർ ആണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിൻമാനിലും ആ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതെ, അതിലെ പ്രാക്ടീഷണർ ആയിട്ട് ഇപ്പം ചില അധികവും ബികോംകാർ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻകം ടാക്സ് റൂൾ ഉണ്ടല്ലോ, പക്ഷെ അവർ കൊടുക്കുന്നില്ല. അവർ അപ്ലൈ ചെയ്താലും കൊടുക്കുന്നില്ല. അത് കുറച്ചു കാലം കൊടുത്തിരുന്നു, പിന്നെ നിർത്തി. അപ്പൊ പിന്നെ ഈ സർട്ടിഫിക്കേഷൻ കിട്ടാതെ നമുക്ക് അവിടെ TPR എന്നുള്ളത് കൊടുക്കാനും പറ്റില്ല. ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അവർ ഓഫീസ് എടുത്ത് പോയി പറയാം, സാറേ ഇതൊന്നും എനിക്ക് അറിയില്ല, ഇത് അയാളാ ചെയ്തത്, എനിക്കിതൊരു ബന്ധമില്ല എന്നാ പറയാം. അപ്പൊ അവിടെ വരുന്ന റിസ്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ സാറേ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മളുടെ ഓഫീസ് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ടാക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളത് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസിൽ ഇപ്പോൾ വിൻമാൻ ആയാലും എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു കമ്പ്യൂട്ടേഷൻ ഉണ്ടാക്കുമല്ലോ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മളൊരു 1 2 3 4 എന്ന് പറഞ്ഞാൽ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്നു, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ അസിസ്റ്റിങ് ദം, നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കമ്പ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, ഓക്കെ കൺഫേംഡ് ഇങ്ങനെ തന്നെയാണ് എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യണം. നമ്മൾ ആ ഒരു റെക്കോർഡൊക്കെ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അവർ കൺഫേം ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളത് അപ്ലോഡ് ചെയ്യണത്. അവർ തന്നെയാണ് വെരിഫൈ ചെയ്യണത് അല്ലേ, അവർ തന്നെ OTP കൊടുത്തിട്ട് അവർ തന്നെയാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അതായത് നമ്മൾ അവരെ ജസ്റ്റ് അസിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, ഒരു പ്രാക്ടീഷണർ വല്ല ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂൾ ടീച്ചർമാരും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന സ്കൂൾ ടീച്ചറാണെങ്കിൽ ബാക്കിയുള്ള സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെ റിട്ടേൺ ആളായിരിക്കും ചിലപ്പോൾ ഫയൽ ചെയ്യണത് കൊടുക്കുന്നത്. അപ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെ, അതായത് എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാം, ദെൻ ഐ ആം അസിസ്റ്റിങ് യു ടു ഫയൽ ദ റിട്ടേൺ എന്നേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ടാക്സ് റിട്ടേൺ പ്രിപ്പയറർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടാക്സ് പ്രാക്ടീഷണർ എന്നുള്ളൊരു ഓതറൈസ്ഡ് റോളിൽ പോയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ട്. റിസ്ക് ഇൻ ദ സെൻസ് അതായത് അവിടെ കുറച്ചും കൂടി റോളുകളുണ്ട് അവിടെ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഏതാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് നമ്മൾ ഇൻകം ടാക്സ് ചില ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഓഫീസിലും പ്രാക്ടീഷണേഴ്സിൻ്റെ ഓഫീസിലൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ റെയ്ഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓൾഡ് ടാക്സ് റെജീമിൽ ഇങ്ങനെ ഒരുപാട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ എടുത്തിട്ടുള്ള ഒരു കേസിൽ. അപ്പോൾ ഞാനവിടെ ഇപ്പോൾ
എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് കണ്ടുള്ള അപ്പോൾ അവിടെ അതായത് ഒരു കമ്പനിയിലെ ആ ആൾക്കാർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. ഇത് ഭയങ്കര തമാശയാണ് സംഭവം. അതായത് 4 ലക്ഷം രൂപയ്ക്ക് TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത് കംപ്ലീറ്റ് റീഫണ്ട് ആക്കിയിട്ടൊക്കെ കൊടുക്കുകയാണ്. എന്തൊക്കെ അക്രമങ്ങളാണ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആൾ പ്രയോഗിക്കാത്ത സെക്ഷൻസുകൾ ഉണ്ടാവില്ല. പൊളിറ്റിക്കൽ പാർട്ടി ഡൊണേഷൻ അത് എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 50% ആണ്. അതായത് 4 ലക്ഷം രൂപ റീഫണ്ട് കിട്ടിയാൽ 2 ലക്ഷം രൂപയാണ് അദ്ദേഹം ഫീസ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 ക്ലയൻറ്റ് കിട്ടിയാൽ മതിയില്ല നമ്മൾക്ക് അവിടെ. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെത്തഡോളജി. അവസാനം ഈ ഒരു കംപ്ലീറ്റ് ബാച്ചിനെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടി ഇവരെ കൊണ്ടൊക്കെ 139(8) അതായത് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞ് 4 ലക്ഷം രൂപ റീഫണ്ട് കിട്ടിയ ആൾക്ക് 12 ലക്ഷം രൂപയ്ക്കാണ് അടയ്ക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ 12 ലക്ഷം രൂപ അടയ്ക്കാൻ വന്നപ്പോഴേക്കാണ് ഒരിക്കൽ നമ്മളെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ഇത്രയും വരൂ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ ഫയൽ ചെയ്തിട്ടോ, അടുത്ത മാസമാണെന്നുണ്ടെങ്കിൽ 12 ആവില്ല, അത് കൂടുതലാവുന്നത്. ഇത്ര അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യണതേ. അതാണ് അതിലൊരു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ കുറച്ച് പ്രശ്നമാണ്. നമ്മൾ അതർവൈസ് നമ്മളങ്ങനെ വലിയ നമ്മൾ വളരെ ജെന്യുവിനായിട്ട് നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കളക്റ്റീവായിട്ട് ആൾക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടല്ല ഇവരാണിത് പറഞ്ഞതെന്ന് പറയാം. കാരണം ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മളുടെ കേസിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം എടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മളിതൊക്കെ ആൾ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കുന്നു, നമുക്ക് ആൾക്ക് അയച്ചു കൊടുക്കുന്നു, ഓക്കെ ഇത് കൺഫേം ചെയ്യുന്നു, അപ്പോൾ പ്രോബ്ലം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ താങ്ക്സ്. ഓക്കെ. വേറെ എന്തെങ്കിലും കുറി ചാറ്റ് വന്നു? ബോക്സിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്നോ? ഓക്കെ, ഞാൻ നോക്കട്ടെ. ഞാൻ 9:30 വരെയാണ് സമയം ഇട്ടേക്കണത്. ഓക്കെ. ഈ പാർട്ട്ണർഷിപ്പ് ഫെയിലിംഗ് ITR 444 കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു സിഗ്നേച്ചർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ? ഒരു ഫിസിക്കൽ കോപ്പി അല്ല? സിഗ്നേച്ചറിലുപരി ഐദർ നമ്മളിപ്പോൾ നമുക്ക് വാട്സപ്പ് ബാക്കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ കംപ്ലീറ്റ് വാട്സപ്പിലാണല്ലോ വരുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചു കൊടുത്തൊന്ന് കൺഫേം ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മളുടെ കേസിൽ നമ്മൾ അവർക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടോട്ടൽ ലിങ്ക് അയച്ചു കൊടുക്കും, കൺഫേം ചെയ്യാൻ പറയും. നമ്മൾ കൺഫേം ചെയ്തിട്ടേ ഫയൽ ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ ലിങ്കത്തിൽ കംപ്ലീറ്റ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇൻകം വന്നേക്കുന്നത്, എന്തൊക്കെയാണ് എക്സ്പെൻസ് എടുത്തേക്കുന്നത്, എങ്ങനെയാണ് ഇത് ഇത്രയാണ്. ഓക്കെ, ദെൻ വി ആർ അസിസ്റ്റിംഗ്. നമ്മൾ അവരുടെ ഒരു കമ്പൈൽ ചെയ്യാനായിട്ട് ആ കാര്യങ്ങളൊന്ന് കമ്പൈൽ ചെയ്യാനായിട്ടാണ് നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്തേക്കുന്നത്. തന്നെ അവർ കൺഫേം ചെയ്യുന്നു, നമ്മൾ ഫയൽ ചെയ്യുന്നു. നേരത്തെ മനോജ് സാർ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരൊറ്റൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഞങ്ങളിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ആംഗിളിൽ തന്നെ ഓഡിറ്റ് വേറെ, കമ്പൈലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയർ ഉണ്ട്. അതായത് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസ്ക് ഉണ്ട്. നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ തന്നെയാണ് ആ പ്രശ്നം. നമ്മൾ തന്നെ അതിൻ്റെ നമ്മൾ ബെയർ ചെയ്യണം. കമ്പൈലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ആ കേസിൽ ആൾ കുറച്ച് ഒരു ട്രയൽ ബാലൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ് എനിക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് തരണം, ഈ ഡാറ്റ വെച്ചിട്ട് എനിക്ക് കമ്പൈൽ ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് വെച്ചിട്ട് നമ്മളൊരു ബാലൻസ് ഷീറ്റ് PNL ഉണ്ടാക്കി കൊടുക്കുന്നു. ഈവൻ ദോ വി ആർ സൈനിങ്, നമ്മൾ സൈൻ ചെയ്താൽ പോലും നമ്മളോട് പറയും ഇറ്റ് ഈസ് കമ്പൈലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അത് കമ്പൈലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ആൻ ഓഡിറ്റ് എന്ന് പറയും. അപ്പോൾ അതേപോലത്തെ ഒരു സ്റ്റാൻഡ് നമുക്കിവിടെ അക്കൗണ്ടൻസിനും എടുക്കാം എന്നാണ് എൻ്റെ ഞാനതാണ് പറഞ്ഞു വന്നത്. അതായത് ആക്ച്വലി വി ആർ ഓൺലി കമ്പൈലിങ്. നമ്മളത് അവർക്ക് തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ അവർ തരാത്തൊരു ഇൻഫർമേഷനോ നമ്മൾ അവരെ വേറെ തരത്തിലോ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ കൺഫർമേഷൻ എന്നുള്ളൊരു ആംഗിളിൽ പറഞ്ഞത് പോസിബിളി നമുക്കതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇമെയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിസിക്കലി വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ഫയൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമുക്ക് വിൻമാനിലാണെങ്കിൽ പോലും സൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ ലിങ്കത്തിൽ. നമ്മൾ അവരുടെ സൈൻ ചെയ്തിട്ട് ആ പേപ്പർ വാങ്ങിച്ചു വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലിൽ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കാം. അതായിരിക്കും ബെറ്റർ. ദെൻ partnership fame filing ITR 444 AD from 2120. Now they wants to discontinue the presumptive method for reducing the profit and tax. Is he need audit if they want to show partners salary but they do not file TDS of partners? Is there any problem if they show loss? Did they want audit? ലോസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി സാറേ. അതായത് സലാം സാർ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 crore താഴെയാണ് ടേൺ ഓവർ നോക്കാം.
1 crore താഴെയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫെയിം ആണെങ്കിലും മാൻഡേറ്ററി ഇല്ലല്ലോ, ഓഡിറ്റ് മാൻഡേറ്ററി ഇല്ല. 1 crore മേലെ ആണെങ്കിലാണ് ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ഉള്ളൂ. പാർട്ട്ണർഷിപ്പ് ഫെയിം ആയാലും എന്തായാലും 1 crore മേലെ ആണെങ്കിലാണ് ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ഉള്ളൂ. അപ്പോൾ ടേൺ ഓവർ 1 crore താഴെയാണ്, നമുക്ക് ലോസിലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തല്ല, അങ്ങനെയാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി അല്ല, ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 95 lakhs ടേൺ ഓവർ ഉള്ള ഒരു ITR 44ADയിൽ ചെയ്തു. IT റിട്ടേൺ ബാങ്കിൽ കൊടുത്തപ്പോൾ 3CD ആൻഡ് ഓഡിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ സൊല്യൂഷൻ? അത് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. വിശാഖാണ് ചോദിച്ചിരിക്കുന്നത്. വിശാഖ അത് ബാങ്ക് മാനേജർ അടുത്ത് അവർക്ക് അതിനെപ്പറ്റി ധാരണ ഇല്ലാണ്ടാണ്, പറഞ്ഞാൽ മതി. അതായത് നമ്മളിത് ഇൻകം ടാക്സിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷനാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് മാൻഡേറ്ററി അല്ല. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അതായത് ഏകദേശം നമുക്കൊരു നമ്മൾ കാണിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദ 44AD. ഇപ്പോൾ 95 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കാണിക്കുന്ന 44AD വെച്ചിട്ട് ചിലപ്പോൾ 8 ലക്ഷമോ 9 ലക്ഷമോ ചിലപ്പോൾ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ അത് നമ്മളുടെ ഒരു റിയൽ പ്രോഫിറ്റൊക്കെ ആയിട്ട് മാച്ചിങ് ആവുന്ന പ്രോഫിറ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഒരു P&L ബാലൻസ് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ആൾ തന്നെ സൈൻ ചെയ്താലും മതി. അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സൈൻ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ സൈൻ ചെയ്യണമെന്നൊന്നുമില്ല. അത് അതായത് ക്ലയൻറ്റ് തന്നെ സൈൻ ചെയ്തിട്ട് കൊടുക്കുക. 3CD അത് പറഞ്ഞാൽ മതി. അത് മാൻഡേറ്ററി അല്ല, ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. അവർക്ക് എപ്പോഴും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ITR മാത്രം ആവില്ല, ചിലപ്പോൾ ലോൺ പർപ്പസിനൊക്കെ ചിലപ്പോൾ ബാലൻസ് ഷീറ്റും P&L കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ഓഡിറ്റഡ് വേണമെന്ന് നിർബന്ധമില്ല. സാറേ നേരത്തെ ചോദിച്ചില്ലായിരുന്നോ ആ, ഒരു പറഞ്ഞോ. മറ്റേ GSTയുടെ ടേൺ ഓവർ ആ 95 lakhs ഇൻകം ടാക്സിൽ 20 1 crore വന്നിരുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു. ആ കേസിനകത്തെ ഈ 95 lakhs അല്ലെ GST ടേൺ ഓവറിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സംഭവം. 1 CR 20 വന്നേക്കെന്ന് പറഞ്ഞാൽ ആക്ച്വലി അടുത്ത വർഷത്തെ സംഭവം. അല്ല അത് എന്താണ് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 crore വന്നേക്കുന്നത് ഏത് വർഷത്തെ ടേൺ ഓവറാണ് അത്? അതായത് 25-26 ആക്ച്വലി GST ടേൺ ഓവർ 95 lakhs ഉള്ളൂ, GST ഓക്കെ. ആസ് പെർ GST. അപ്പം 25-26 ഒരു TDS പിടിച്ചു, അതായത് 26-27 നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ മാർച്ച് കൊണ്ടുവന്ന് TDS പിടിച്ചു, മാർച്ച് 31 TDS പിടിച്ചു. ഓക്കെ. ഇപ്പൊ 20 1 CR കാണിക്കുന്നു. അപ്പം അത് സാറേ ഒരു ഡൗട്ട്, വിൻമാനിലെ മറ്റേ ഒരു ക്യാരി ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ. ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് കാണിക്കാം. നമ്മൾ 95 lakhs തന്നെ കാണിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ടിയുടെ അടുത്തുണ്ടല്ലോ, ആ പാർട്ടിയുടെ അടുത്ത് TDS റിട്ടേൺ ഒന്ന് റിവൈസ് ചെയ്യാൻ പറയാം, ഇത് ഈ വർഷത്തേക്ക് കാണിക്കാനായിട്ട് പറയാം. കാരണം ആക്ച്വലി ഇറ്റ് ഹാപ്പൻസ് 26-27 വന്നിരിക്കുന്നത്. അത് 25-26 നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അടുത്ത വർഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്ത് തരത്തില്ല, TDS റിവൈസ് ചെയ്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. നമുക്ക് 95 കാണിച്ചിട്ട് നമുക്ക് TDS ക്ലെയിം ചെയ്യാതെ അതിന്റെ TDS ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യാം, അടുത്തേക്ക് കാണിക്കാം. ഓക്കെ, താങ്ക് യു. 5 ലക്ഷം വീതം മാസവരുമാനമുള്ള 5 ബസ് ഉള്ള ആള് ഏത് റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്? ആക്ച്വലി ബസ്സുള്ള ആളുകൾക്ക് 44AE പറ്റില്ല. അത് ഗുഡ്സ് കാരേജ് വെഹിക്കിളിനാണ്, അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ വെഹിക്കിളിനാണ് ഇത് പറ്റുന്നത്. അദ്ദേഹത്തിന് 44AD ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 5 ലക്ഷം രൂപ മാസ വരുമാനമുള്ള 5 ബസ്സുള്ള ആൾക്ക് 44AD ഒപ്റ്റ് ചെയ്യാം, AE പറ്റില്ല, 44AE പറ്റില്ല. ഓൺലൈൻ ഗെയിമിൽ നിന്നും ഇൻകം റിസീവ് ആയിട്ടുണ്ട്, അതിന് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗെയിമിൽ തന്നെ ലോസ് ഉണ്ട്, ആ ലോസ് പ്രോഫിറ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുമോ? അത് പറ്റില്ല. ഓൺലൈൻ ബിസിനസ്സിൻ്റെ കേസിൽ അതേപോലെ തന്നെ സ്പെസിഫൈഡ്, അതായത് ഇപ്പോൾ ബെറ്റിംഗ് 194Bയിൽ അങ്ങനെയൊക്കെയുള്ള TDSകൾ ഉണ്ടല്ലോ, അതിന് എഗെയിൻസ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവൻ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ ലോട്ടറിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈൻ ഗെയിം, ലോട്ടറി, ബെറ്റിംഗ്, അതായത് വിന്നിങ് ഫ്രം ലോട്ടറീസ്, ഇതിലൊന്നും നമുക്കതിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ ലോസോ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രോഫിറ്റ് മാത്രം. നമ്മൾ ക്രിപ്റ്റോ കറൻസിയുടെ വേറൊരു അവതാരമാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ട് വരും ഈ പ്രൊവിഷൻ. നമ്മൾ 194S തുടങ്ങണേക്കാട്ടും മുമ്പ് 194B വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളത് ഇട്ടേക്കണം എന്നുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു NRI സ്ഥലം വിറ്റ് 24-25 ഫിനാൻഷ്യൽ ഇയറിലാണ് 7 ലക്ഷം രൂപ TDS പിടിച്ചു.
പുള്ളി ആ വർഷം ഒന്നും ചെയ്തില്ല, റിട്ടേൺ ഫയൽ ചെയ്തില്ല. 25-26 വേറൊരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തു, സ്ഥലം വാങ്ങിച്ച് കൺസ്ട്രക്ട് ചെയ്തു. ഉം. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ പുള്ളിയുടെ TDS? ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുകയായിരുന്നു. ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം നമ്മൾ ഡ്യൂ ഡേറ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 119(2)(b എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 119(2)(b പ്രകാരം നമുക്കൊരു കണ്ടോണേഷൻ ഓഫ് ഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാം. നമ്മൾ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർക്കോ കാലിക്കറ്റോ കൊച്ചിയിലോ കൺസേൺഡ് ഓഫീസുകളിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് അവർ പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ, അതായത് അവർ അവിടെ കണ്ടിന്യൂഷൻ ഓഫ് ഡിലേക്ക് ജെനുവിൻ ഗ്രൗണ്ട് വേണം, വെറുതെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇപ്പോൾ NRIയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ പറയാം പുറത്തായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള, അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ഒരു മാറ്റർ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 119(2)(b പ്രകാരം റിക്വസ്റ്റ് കൊടുക്കാം. അവരത് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് 148ൻ്റെ ഒക്കെ നോട്ടീസ് വരുമല്ലോ, അതേപോലെ 119(2)(bയുടെ ആ നമ്പർ വെച്ചിട്ട് റിട്ടേൺ, നമ്മളങ്ങനെ റിട്ടേണിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ എടുക്കുമ്പോൾ തന്നെ കാണാമല്ലോ 139 അങ്ങനെയൊക്കെ പറഞ്ഞ സെക്ഷനുകൾ കാണാമല്ലോ. അപ്പോൾ അതേപോലെ 119(2)(b അവിടെ വരും. അപ്പോൾ 119(2)(b എടുക്കുമ്പോൾ ആ നോട്ടീസ് നമ്പർ വരും. ആ നോട്ടീസ് നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പഴയ വർഷത്തെ റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യണത്. എന്നിരുന്നാൽ പോലും നമുക്കത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്ത പോലെ നമുക്ക് റീഫണ്ട് കിട്ടും. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്, റീഫണ്ട് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ മാറ്റർ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജെനുവിൻ റീസൺ നമുക്കവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. വെറുതെ കാഷ്വൽ റീസൺ ഒന്നും വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ നമ്മളുടെ ഒരു കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു, അവർ TDS പിടിച്ചത് തെറ്റി വേറൊരു പാനിൽ ഒക്കെ പിടിച്ചു. അതായത് ഓൾറെഡി ആൾ പാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ പാൻ കാണാതെ 20% ഒക്കെ പിടിച്ചു. അവസാനം ഇയാൾ വീണ്ടും കുറേ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി ഇത് അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആൾ NRI തന്നെയായിരുന്നു. ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർക്ക് നമ്മൾ ലെറ്റർ വെച്ചു, അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്തു, റീഫണ്ടും കിട്ടി. ഏകദേശം ഒരു മോർ ദാൻ 1 lakh അടുത്ത് TDS ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റും സാർ, ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും. 119(2)(bയിൽ ഒരു കണ്ടോണേഷൻ റിക്വസ്റ്റും കൂടി വെച്ചിട്ട് ഫയൽ ചെയ്ത് നോക്കും. അപ്പോൾ അത് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. then 95 lakhs ടേൺ ഓവർ ഉള്ള ഒരു 44 ADയിൽ ചെയ്ത റിട്ടേൺ ബാങ്ക് ഓക്കെ, നമ്മളത് കണ്ടതാണ്. ഗുഡ് ക്ലാരിഫിക്കേഷൻ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, താങ്ക് യു ഗോപി. then TDS ഓഫ് പാർട്ട്നേഴ്സ് 194(t) ഫയൽ ചെയ്യാതെ പാർട്ട്നേഴ്സ് സാലറി കാണിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20,000 ആണല്ലോ, എനിക്ക് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ 20,000 ആണ് ലിമിറ്റ് TDSൻ്റെ 194(tയിൽ വരുന്നത്. അപ്പോൾ അത് കാരണം പാടാണ്. നമുക്കത് 20,000 കൂടുതൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. TDS പിടിച്ചില്ലാണെങ്കിൽ ഡിസലവൻസ് ആയിട്ട് വരുമല്ലോ. അത് 40A(1)(a) പ്രകാരം ഡിസലവൻസ് ആവുമല്ലോ. ഓൺലൈൻ ഗെയിം നമ്മൾ നോക്കിയതാണ്, 5 ലക്ഷം നോക്കിയതാണ്. TDS ഓഫ് പാർട്ട്നേഴ്സ് 194(t) ചെയ്യാതെ, അതാണ് നമ്മൾ നോക്കിയത്. വൺ ഇൻകം forget to show by the assessee in ITR, but even adding the same, the total income will be less than the അസസബിൾ ലിമിറ്റ്. ഈസ് ദെയർ എനി ചാൻസ് ടു ഗെറ്റ് നോട്ടീസ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളത് AISൽ വന്നിരിക്കുന്നതായിട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. AISൽ വന്നിട്ടുണ്ട്, അതും കൂടിയൊക്കെ കൂട്ടി വരുമ്പോൾ 4 lakhs മേലെയാണ് ഇൻകം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 133(6)ലൊക്കെ നോട്ടീസ് വരും. ഇനി അല്ലെങ്കിൽ പോലും ഞാൻ ജനറലി പറയാറുള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട് എന്ന് വിചാരിക്കും, 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്. അപ്പോൾ 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 10, 40, 50 ലക്ഷം രൂപയൊക്കെ എടുത്ത് എന്ത് വേണം, അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് വേണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തിയറിയും പ്രാക്ടിക്കലും തമ്മിലൊരു വ്യത്യാസം ഞാൻ പറയുന്നത്. തിയറിയിൽ പറഞ്ഞേക്കുന്നത്, ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നാണ്. സംഭവമൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഇൻകം ഉള്ള ഒരാൾ AISൽ വന്നേക്കാണ്, 3 lakhs ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഫീസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് മനസ്സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് നേരെ റിവേഴ്സ് ആലോചിക്കാം. അതായത് 3 ലക്ഷം രൂപ ആൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10% ഉണ്ടെന്നുണ്ടെങ്കിൽ 30 ലക്ഷം വേണം. എന്തായാലും 10% ഒന്നും കിട്ടില്ല. അപ്പോൾ ഏകദേശം 6 or 7% ആണെന്നുണ്ടെങ്കിൽ ഒരു 45 ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും ഒരാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലല്ലേ ആൾക്ക് ഇൻട്രസ്റ്റ് 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ അതിൻ്റെ സോഴ്സിൽ പോയിട്ട് ആലോചിക്കാം. വരുമാനം കിട്ടുന്നതിനെ പറ്റി മാത്രമല്ല ആലോചിക്കാം.
അപ്പോൾ അതാണ് അവിടെ ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരു സേഫർ സൈഡിൽ ഫയൽ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ദെൻ സെക്കൻഡ് ഞാനൊന്ന് ടൈം ഒന്ന് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഇത് കട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, വേറെ is it mandatory to show all bank accounts in ITR utility or major bank account only? അതായത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഇറ്റ് ഈസ് നോട്ട് എ ഡോർമെന്റ് സ്റ്റാറ്റസ്, ഡോർമെന്റ് സ്റ്റാറ്റസിലല്ലാത്ത എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കാണിക്കണം എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലുള്ളത്. അപ്പോൾ ഡോർമെന്റ് അല്ലാത്ത കേസുകൾ നമ്മൾ കാണിക്കണം. സം ബാങ്ക് അക്കൗണ്ട്സ് ആർ നോൺ ടു ദ ക്ലൈൻറ്റ്. അങ്ങനെ ക്ലയൻറ്റിന് അറിയാത്ത കേസാണെങ്കിൽ മിക്കവാറും ഡോർമെൻ്റ് ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഡോർമെൻ്റ് ആണെങ്കിൽ കാണിക്കണ്ട, അല്ലാത്ത കേസുകളിൽ കാണിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ GST ടേൺ ഓവർ ആൻഡ് ടേൺ ഓവർ റിപ്പോർട്ടഡ് ഇൻ TIS, 1 month സെയിൽസ് ഡബിൾഡ് ഇൻ TIS, വാട്ട് ടു ഡു, അങ്ങനത്തെ കേസുകളിലൊക്കെ. അതായത് നമ്മളിപ്പോൾ TIS ആയാലും AS ആയാലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതിൽ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഏത് ആംഗിളിലാണ് അത് കാണുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉള്ള ടേൺ ഓവർ എന്ന് പറയുന്നത് 80 ലക്ഷമാണ്. TIS-ൽ ഉള്ള ടേൺ ഓവർ എന്ന് പറയുന്നത് 1 കോടിയാണ്. നമ്മുടെ GST-യിലുള്ള ടേൺ ഓവർ 1,20 ലക്ഷമാണ്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് കാണിക്കേണ്ടത് എന്നാണ് ചോദ്യം. അതായത് നമ്മൾ 4 ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 തരത്തിലാണ് ഈ ഡാറ്റകൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കാണിക്കും? ഇങ്ങനെയൊക്കെയുള്ള പല കേസുകളും വരാം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രോക്കറുടെ ടേൺ ഓവർ ഇത്രയാണ്, AS-ൽ വന്നേക്കുന്നത് ഇത്രയാണ്, TIS-ൽ എത്രയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ആകെ ഒരേ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആക്ച്വലി എത്രയാണ് അതിൻ്റെ ഫിഗർ എന്നുള്ളത്. അതായത് ശരിക്കും ഇൻ ഫാക്ട് അതിൻ്റെ ശരിക്കും നമ്മളുടെ ഇൻ റിയൽ ടേംസിൽ എത്രയാണ് നമ്മുടെ ടേൺ ഓവർ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല എന്ന് വിചാരിക്കും. അപ്പോൾ 4 സ്ഥലത്ത് 4 ഫിഗറാണ്, പക്ഷേ ഇതൊന്നുമല്ല, വേറൊരു ഫിഗറാണ് നമ്മളുടെ കറക്റ്റ് ടേൺ ഓവർ എന്ന് വിചാരിക്കും. ഇപ്പോൾ 80 ലക്ഷമുണ്ട്, 90 ലക്ഷമുണ്ട്, 1 കോടിയുണ്ട്, 1,10,00,000 പക്ഷേ 75 ലക്ഷമാണ് ശരിക്കും ടേൺ ഓവർ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 75 ലക്ഷമാണ് കാണിക്കേണ്ടത്. കാരണം 75 ലക്ഷം കാണിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യുന്നു? അതായത് ഇപ്പോൾ നമുക്ക് GST നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്ഷൻസ് വരുള്ളൂ. ചിലപ്പോൾ നമ്മൾ 75 ലക്ഷം ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ GST-യിൽ നമ്മൾ അതിനുള്ള കറക്ഷൻസ് ചെയ്യും. നമ്മൾ ആനുവൽ റിട്ടേൺ ചെയ്യുമ്പോൾ കറക്ഷൻസ് ചെയ്യും. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കാണിക്കാനുള്ള ഡാറ്റ 75 ലക്ഷമാണല്ലോ. അല്ലാതെ AS-ൽ കാണിച്ചു, GST-യിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കത് സ്റ്റാൻഡ് ചെയ്യില്ല. അത് അപ്പോൾ നമുക്ക് എന്താണോ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതാണ് നമ്മൾ കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ കേസിൽ ചിലപ്പോൾ ബ്രോക്കറുടെ കയ്യിലുള്ള ഡാറ്റയാണ് ദെൻ റിലയബിൾ വൺ. AS-ൽ ചിലപ്പോൾ കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. AS ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് കാര്യം മാത്രമാണ്. അപ്പോൾ ബ്രോക്കറുടെ കയ്യിൽ എന്താണുള്ളത്, നമുക്ക് എന്തെങ്കിലും കൊറി വരികയാണെങ്കിൽ, സ്ക്രൂട്ടിനി വരികയാണെങ്കിൽ നമുക്ക് ബ്രോക്കറുടെ ഡാറ്റ എടുത്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ AS-ൽ നോക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുക, വിച്ച് ഈസ് ദ റിയൽ വൺ, എന്താണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് നോക്കാം. ഫാക്റ്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. സാറേ നമുക്ക് 9:30-ക്ക് തന്നെ ക്ലോസ് ചെയ്യാം കേട്ടോ സാറേ. ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇഫ് ഫോർ എ ഗുഡ്സ് ട്രാൻസ്പോർട്ട് പാർട്ടി സെലക്ട് 44 AD ഇൻസ്റ്റെഡ് ഓഫ് 44 AE ഈസ് എനി പ്രോബ്ലം? പ്രോബ്ലം ഇല്ല, സാധാരണ കേസിൽ അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല. വരാൻ ബെറ്റർ സൈഡിൽ സുധീഷ്, അതായത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളത് റിവൈസ് റിട്ടേൺ അങ്ങ് ഫയൽ ചെയ്തിരുന്നതായിരിക്കും. നമുക്കറിയാലോ 44 AE ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനി പ്രൊവിഷൻ ഫോർ ITP ലൈസൻസ് ഇൻ ദ ന്യൂ IT ആക്ട്? ഞാനൊന്നും നോക്കിയിട്ടില്ല, ഞാനൊന്ന് നോക്കാം. സാധാരണ പഴയ ആക്ടിൽ തന്നെ 95 lakhs ആർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിവൈസ്ഡ് ആൻഡ് ദ റെക്ടിഫിക്കേഷൻ റിട്ടേൺ ഇഫ് ചാൻസ് ഇൻ ദ ഇൻകം ടാക്സ് ഇൻകം ഓർ ടേൺ ഓവർ ചേഞ്ച് ക്യാൻ വി ഫയൽ റെക്ടിഫിക്കേഷൻ. റിവൈസ് റിട്ടേണും റെക്ടിഫിക്കേഷൻ റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിവൈസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർലി കംപ്ലീറ്റ് ആ പിക്ചർ തന്നെ നമുക്ക് മാറ്റാം. എനിക്ക് 10 ലക്ഷമായിരുന്നു ഞാൻ ഒറിജിനലി ഫയൽ ചെയ്തപ്പോൾ, അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിന് 15 ലക്ഷമോ അല്ലെങ്കിൽ ലോസോ എങ്ങനെ വേണമെങ്കിൽ മാറ്റാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് റിവൈസ് റിട്ടേൺ. എനിക്ക് ഫോം അടക്കം മാറ്റാം. ITR 1 എന്നുള്ളത് വേറെ ഫോം ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.
റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗേഴ്സുമ്മിലൊന്നും തൊടാൻ പറ്റില്ല. ഫിഗേഴ്സുമ്മിലൊന്നും തൊടാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കാറ്റഗറി മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഇൻകം കുറയ്ക്കുന്നതോ ടാക്സ് കുറയ്ക്കുന്നതോ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും റെക്ടിഫിക്കേഷനിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ അഡ്രസ്സ് അടിച്ചത് തെറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സംഷൻ്റെ നമ്പർ കൊടുത്തത് തെറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്ടിഫിക്കേഷനിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫിഗേഴ്സുമ്മേ, അതായത് ഇൻകം കുറയ്ക്കുന്നത് റെക്ടിഫിക്കേഷനായിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. റിവൈസ് റിട്ടേൺ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി അതൊരു ഇൻകം ടാക്സ് റിട്ടേൺ, ഫ്രഷ് റിട്ടേൺ ഫയൽ ചെയ്യണ പോലെയാണ്. ഓക്കെ, അപ്പോൾ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ തോന്നുന്നില്ല സാറേ. സാർ ക്ലോസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ. ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയി. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സാണ് പ്രതീക്ഷിച്ചത് ശരിക്കും. ഇതാണ് ഞങ്ങൾക്ക് ഇപ്പം ആവശ്യമുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വളരെയധികം നന്ദി. ഔപചാരികമായിട്ട് നന്ദി പറയാനായിട്ട് സിബിയെ ക്ഷണിക്കുകയാണ്. ഓക്കെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റോയ് റപ്പർ സർ, മറ്റ് എല്ലാവർക്കും നമസ്കാരം. നമ്മള് വളരെയധികം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ന് ക്വസ്റ്റ്യൻ സെഷൻ കണ്ടിന്യൂഡ് സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയി. കാരണം നമ്മൾ ഈ ഈ സീറ്റിംഗ് ITR ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത്ര ഇഫക്റ്റീവായിട്ട് എല്ലാവരുടെ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ട് സാറ് വളരെ നോളജ് ഷെയർ ചെയ്ത് വളരെയധികം നന്ദി. എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സാറിന്റെ നന്നായിട്ട് തന്നെ സെഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഓക്കെ. സർ താങ്ക് യു സർ, താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലൊരു ഫയലിംഗ് സെഷൻ ആശംസിക്കുന്നു എല്ലാവർക്കും. ഓക്കെ. ഓക്കെ താങ്ക് യു.